ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ് പരിവേഷണം. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഹദീസിന് വേണ്ടി നടത്തിയ റിഹ്ലാത്തുകൾ, അതിനെക്കുറിച്ചാണ് നാം ഇന്നിവിടെ സംസാരിക്കുന്നത്. നമുക്കറിയാം, ഇസ്ലാമിക പ്രമാണങ്ങളിൽ പരിശുദ്ധ ഖുർആനിൻ്റെ ശേഷം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് തിരുഹദീസ് എന്നത്. ആ തിരുഹദീസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വാഹകരും അതിൻ്റെ അയിമ്മത്തുകളും എങ്ങനെയാണോ കൈകാര്യം ചെയ്യേണ്ടത് അவ்விധം കൈകാര്യം ചെയ്തവരാണ്. ഈ ഹദീസുകളുടെയെല്ലാം ഉറവിടമായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടുത്തെ സ്വഹാബത്ത് ചുറ്റിപ്പറ്റിയും അവിടുത്തെ വാക്കുകളും പ്രവൃത്തിയും മൗനാനുവാദങ്ങളുമെല്ലാം മനസ്സിലാക്കുകയും അതനുസരിച്ച് അവർ ജീവിതം ചിട്ടപ്പെടുത്തുകയും ജീവിക്കുകയും ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിൻ്റെ ശേഷവും വഫാത്തിൻ്റെ മുമ്പുമായും പലപ്പോഴും സ്വഹാബത്തുകൾ പല ഇടങ്ങളിലേക്കും ദഅവത്ത് ലക്ഷ്യം വെച്ച് യാത്ര തിരിച്ചവരാണ്. അവർ ഹദീസുകൾ കൈമാറാൻ വേണ്ടിയും ജനങ്ങൾക്ക് ദീനീ പ്രബോധനം നടത്താൻ വേണ്ടിയും യാത്രകൾ നടത്തിയവരാണ് സ്വഹാബത്തുകൾ. റിഹ്ലാത്തുകൾ സ്വഹാബത്തിൽ നിന്ന് സ്വഹാബത്തിലേക്കുമുള്ള റിഹ്ലാത്തുകൾ ഉണ്ടായിട്ടുണ്ട്. പല സ്വഹാബികളും മറ്റു സ്വഹാബിമാരിൽ നിന്ന് ഹദീസ് സ്വീകരിക്കാൻ വേണ്ടി പല ദിക്കുകളിലേക്കും യാത്ര ചെയ്തവരാണ്. എന്തിനേറെ പറയണം, ഒരു മാസ വൈദൂരം വരെയുള്ള സ്ഥലത്തേക്ക് ഇന്നാലിന്ന സ്വഹാബിയുടെ അടുത്ത് നിശ്ചിത ഹദീസുണ്ടെന്ന് കേട്ടാൽ എന്ത് ത്യാഗം സഹിച്ചും പ്രയാസം സഹിച്ചും ആ സ്വഹാബിയേക്കുള്ള യാത്ര ചെയ്യുന്നവരായിരുന്നു. ബഹുമാനപ്പെട്ട ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു മുക്സിരീന സബ്അ എന്ന് പറയുന്ന കൂടുതൽ ഹദീസ് ഉദ്ധരിച്ച 7 പണ്ഡിതന്മാരിൽ ഒരു പ്രമുഖനാണ് ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ ഒരു സ്വഹാബിയിൽ നിന്നും ഒരു ഹദീസ് ഉണ്ടെന്ന് കേട്ടപ്പോൾ ചന്തയിൽ പോയി ഒരു വാഹനം വാങ്ങി മാസങ്ങളോളം ആ ഹദീസ് കരസ്ഥമാക്കാൻ വേണ്ടി യാത്ര ചെയ്തവരാണ്. അവരുടെ യാത്രയിൽ എനിക്ക് യാത്ര ചെയ്താൽ എത്ര ഹദീസ് സമാഹരിക്കാൻ കഴിയും എന്നല്ല അവർ നോക്കിയിരുന്നത്. ഒരു ഹദീസാണെങ്കിൽ അതിനു വേണ്ടി എത്രയും യാത്ര ചെയ്യാനും ത്യാഗം സഹിക്കാനും കാലാവസ്ഥയോ മറ്റോ ഒന്നും പ്രശ്നമാക്കാതെ യാത്ര ചെയ്തവരാണ്. സ്വഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ യാത്രകൾ എന്ന് പറയുന്നത് കൂടുതലും ഹദീസ് കരഗതമാക്കാൻ വേണ്ടിയായിരുന്നു. അവരിൽ തന്നെ ഉലുവുൽ ഇസ്നാദിന് വേണ്ടി യാത്ര ചെയ്തവരുമുണ്ട്. ഉലുവുൽ ഇസ്നാദ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഹദീസിലുള്ള കണ്ണികൾ കുറക്കുക എന്നതാണ്. 4 ആളുകൾ മുഖേന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്തുമെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്ന് ലഭിച്ച ഹദീസുകൾ ഒരു പക്ഷേ അങ്ങനെയായിരിക്കും. ഒരു മഹാൻ പറയുന്നത് കാണാം, ഞങ്ങൾ ബസ്രയിൽ നിന്ന് പലപ്പോഴും പല ഹദീസുകൾ കേട്ടവരും സമാഹരിച്ചവരും എഴുതി വച്ചവരുമാണ്. പക്ഷേ അവർ ഉദ്ധരിച്ചത് ഞങ്ങൾക്ക് മദീനക്കാരിൽ നിന്നാണ് ഉദ്ധരിച്ചു തന്നിട്ടുണ്ടാവുക. അവരിൽ നിന്ന് തന്നെ അവരുടെ ഫം ഷെരീഫിൽ നിന്ന് കേൾക്കണം എന്ന ഒരു ഉദ്ദേശത്തിന് വേണ്ടി ഞങ്ങൾ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട് എന്ന്. ഇങ്ങനെ താബിഈങ്ങളും എല്ലാവരും ഉലുവുൽ ഇസ്നാദിന് വേണ്ടിയും ഹദീസുകൾ തേടിയും എന്ന പോലെ യാത്ര ചെയ്തിട്ടുണ്ട്. അവർ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ഹദീസ് എന്നതൊന്നും വിഷയമാക്കാതെ, ദിവസങ്ങൾ വിഷയമാക്കാതെ ആയിരുന്നു അവർ യാത്ര ചെയ്തിരുന്നത്. ബഹുമാനപ്പെട്ട ഔസാഇ റളിയല്ലാഹു അൻഹുവിനോട് അംർ ബിൻ അബി സലമ എന്നവർ പറയുന്നുണ്ട്,
ഞാൻ നിങ്ങളോട് കൂടെ 4 ദിവസമായി വന്നിട്ട് എന്നിട്ടും എനിക്കൊരു 30 ഹദീസുകൾ മാത്രമാണ് ലഭ്യമായത്. അപ്പോൾ ഔസാഇ റളിയല്ലാഹു അൻഹു മൂപ്പരെ ശകാരിക്കുന്നുണ്ട്, ഹൽ തസ്തഖില്ലു 30 ഹദീസൻ ഫി 4 അയ്യാം. വെറും ഒരു 4 ദിവസം 4 ദിവസം എന്നെ കൂടിയിട്ട് വെറും 30 ഹദീസുകൾ മാത്രമേ ലഭിച്ചുള്ളൂ എന്നത് നിങ്ങൾ കുറവായി കാണുന്നുവോ? നിങ്ങൾക്കറിയുമോ ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ സംഭവം എന്ന് പറഞ്ഞ് മഹാനവറുകൾ ഒരു ഹദീസ് ലഭിക്കാൻ വേണ്ടി ഒരു മാസക്കാലം യാത്ര ചെയ്ത സംഭവം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ സ്വഹാബത്തുകൾ ത്യാഗം സഹിച്ചവരായിരുന്നു. എന്ന പോലെ താബിഈകളും ത്യാഗം സഹിച്ചാണ് ഹദീസുകൾ കരസ്ഥമാക്കിയത്. അങ്ങനെയാണ് അവർ യാത്ര ചെയ്തിട്ടുള്ളത്. യാത്ര ചെയ്യാതെയുള്ള മുഹദ്ദിസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒന്നിനും പറ്റാത്തവരാണ് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു സ്വലാഹ് റഹ്മത്തുള്ളാഹി പറയുന്നത് കാണാം. ഈ സിനാഅത്തിൻ്റെ ആളുകൾ മൊത്തം ഇത്തിഫാക്കായ ഒന്നാണ്, ഒരാൾ തൻ്റെ നാട്ടുകാരിൽ നിന്ന് ലഭ്യമാകുന്ന ഹദീസുകൾ പഠിച്ച ശേഷം മറ്റുള്ളവരിലേക്ക് യാത്ര തിരിച്ച് ഹദീസുകൾ സമാഹരിക്കണമെന്നത്. പല നാടുകളിലേക്കും പല ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയും യാത്ര ചെയ്യുമ്പോൾ മുഹദ്ദിസീങ്ങളുടെ ലക്ഷ്യം ഹദീസ് സമാഹരിക്കുക എന്നത് മാത്രമായിരുന്നു. ബഹുമാനപ്പെട്ട മൻസൂർ റളിയല്ലാഹു അൻഹു കൂഫയിലെ വലിയ ഹദീസ് പണ്ഡിതനാണ്. മഹാനവറുകൾ കാണാൻ വേണ്ടി ഹുസൈം എന്നവരും അലി ഇബ്നു ആസിം എന്നവരും പുറപ്പെടുകയാണ്. സംഭവം അലി ഇബ്നു ആസിം റളിയല്ലാഹു അൻഹു ആണ് ഉദ്ധരിക്കുന്നത്. അലി ഇബ്നു ആസിം റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാനും ഹുസൈം എന്നവരും വാസിത്ത് എന്ന നാട്ടിൽ നിന്നും കൂഫയിലേക്ക് മൻസൂർ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി പുറപ്പെടുകയാണ്. അങ്ങനെ ഞങ്ങൾ ഫർസഖുകളോളം താണ്ടി യാത്ര ചെയ്ത സമയത്ത് ഞാൻ ഒരാളെ കണ്ടു. അദ്ദേഹത്തോട് ചോദിച്ചു, അയിന തുരീദ്, നിങ്ങൾ എന്ത് ലക്ഷ്യം വെച്ചാണ് പുറപ്പെട്ടത്? മഹാനവറുകൾ പറഞ്ഞു, അസ്ആഫി ദൈനിൻ അലയ്യ, എനിക്ക് കുറച്ച് കടം വീട്ടാനുണ്ട്, അതുമായി ബന്ധപ്പെട്ട യാത്രയിലാണ് ഞാൻ. അപ്പോൾ ബഹുമാനപ്പെട്ട അലി ഇബ്നു ആസിം എന്നവർ പറഞ്ഞു, എൻ്റെ അടുക്കൽ 4000 ദിർഹമുകളുണ്ട്, നിങ്ങൾ എൻ്റെ കൂടെ പോരൂ, ഞാൻ യാത്ര തിരിക്കാം, എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ 2000 ദിർഹം എടുത്തു തരാം എന്ന് പറഞ്ഞ് ഇതുവരെ ചെയ്ത യാത്രയും വീണ്ടും അദ്ദേഹം റിട്ടേൺ അടിക്കുകയാണ്. തിരിച്ച് അദ്ദേഹത്തിന് പൈസ കൊടുത്ത് 2000 ദിർഹം കൊടുത്ത് യാത്ര തിരിച്ചു. അപ്പോഴേക്കും ഹുസൈം എന്നവർ യാത്ര തിരിക്കാതെ തിരിച്ചിട്ടുണ്ടായിരുന്നു, യാത്ര തുടർന്നിട്ടുണ്ടായിരുന്നു. മഹാനവറുകൾ പറയുന്നു, അങ്ങനെ ഹുസൈം എന്നവർ കൂഫയിൽ പ്രഭാത സമയത്ത് എത്തിയിട്ടുണ്ട്. ഞാൻ ഈ കാരണം കൊണ്ട് വൈകുന്നേര സമയമായി എത്തി. അങ്ങനെ ഞാൻ കുളിച്ചെല്ലാം ഫ്രഷായി രാവിലെ മഹാനായ ബഹുമാനപ്പെട്ട മൻസൂർ റളിയല്ലാഹു അൻഹുവിൻ്റെ മുറ്റത്തേക്ക് ചെന്നപ്പോഴേക്കും കാണാൻ കഴിയുന്നത് ബഹുമാനപ്പെട്ടവരുടെ ജനാസയാണ്. ഞാൻ വല്ലാതെ ദുഃഖിച്ചുപോയി. അങ്ങനെ ഞാൻ അവിടെ ഇരുന്നു കരഞ്ഞുപോയി. അപ്പോൾ അവിടെയുള്ള ഒരു മഹാനായ ഒരു ഷെയ്ഖ് എന്നോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഈ കരയുന്നതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഈ മഹാനായ മുഹദ്ദിസിൽ നിന്നും ഹദീസ് സമാഹരിക്കാൻ വേണ്ടി പുറപ്പെട്ടിട്ട് ഇപ്പോൾ ഞാൻ ഇദ്ദേഹത്തെ സമീപിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ജനാസയാണല്ലോ എനിക്ക് കാണാൻ കഴിഞ്ഞത് എന്ന് പറഞ്ഞാണ് ഞാൻ കരയുന്നതെന്ന്. അപ്പോൾ ഇദ്ദേഹം ചോദിക്കുന്നുണ്ട്, അല അദുല്ലുക അലാമൻ ഷഹിദ ഉർസ ഉമ്മി ഹാദ, ഇദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ കല്യാണ സൽക്കാരത്തിന് പങ്കെടുത്ത ഒരു മഹാനെ നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ എന്ന്. അങ്ങനെ ഇദ്ദേഹത്തിന് അറിയിച്ചു കൊടുക്കുകയും അദ്ദേഹം ആ മഹാനെ സമീപിക്കുകയും അദ്ദേഹത്തിൽ നിന്ന് ഹദീസ് സ്വീകരിക്കുകയും ചെയ്തു. അദ്ദേഹം ഹുസൈൻ എന്നവരാകുന്നു. ആ മഹാനവറുകളിൽ നിന്ന് ഒരു മാസക്കാലം ഇരിക്കുകയും ഒരുപാട് ഹദീസുകൾ ശേഖരിക്കുകയും എഴുതി വെക്കുകയും ചെയ്തു. എന്നിട്ട് ഇദ്ദേഹത്തോട് ചോദിച്ചു, ഇദ്ദേഹത്തെക്കുറിച്ചുള്ള വിശദാംശം അറിയാൻ വേണ്ടി ചോദിച്ചു, മൻ അന്ത് എന്ന് ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറയുകയാണ്, ഒരു മാസക്കാലം എൻ്റെ കൂടെ ഇരുന്ന് ഹദീസ് സമാഹരിച്ചിട്ട് ഞാൻ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ലയോ എന്ന്. അങ്ങനെ ഇദ്ദേഹം പറയുന്നു, ഞാൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരിപ്പുള്ള വ്യക്തിയാണ്. പക്ഷെങ്കിലും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് എനിക്ക് ഹദീസ് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഞാനൊരു അടിമയായിരുന്ന കാരണം കൊണ്ട് തന്നെ എനിക്ക് ഹദീസ് പഠിക്കാനുള്ള അതിയായ താല്പര്യമുണ്ട് താനും.
അതുകൊണ്ട് ഞാൻ എൻ്റെ യജമാനനോട് മുഖാത്തബത്ത് കരാറ് പത്രത്തിൽ ഏർപ്പെട്ടു. അങ്ങനെ അത് വീട്ടാൻ വേണ്ടി ഒരു 50 ദിർഹമിൻ്റെയോ 7 ദീനാറിൻ്റെയോ കടപാടുകളുള്ള കാരണം കൊണ്ട് എനിക്ക് യാത്ര ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ എനിക്ക് എത്തിക്കാൻ ഇദ്റാഖ് ചെയ്യാൻ സാധിച്ചില്ല. പക്ഷെങ്കിലും എനിക്ക് ഇക്രിമ റളിയല്ലാഹു അൻഹു വന്ന് ഓരോ സമയവും ഹദീസ് പറഞ്ഞു തരാറുണ്ടായിരുന്നു എന്ന്. അങ്ങനെ ആ ഇക്രിമ റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസുകൾ ഇദ്ദേഹത്തിന് കൈമാറിയ സംഭവം ബഹുമാനപ്പെട്ട അലി ഇബ്നു ആസിം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് ബഹുമാനപ്പെട്ട മുഹദ്ദിസുകളെല്ലാം ത്യാഗങ്ങൾ സഹിച്ച് ഒരുപാട് യാത്ര ചെയ്ത മഹാന്മാരാണ്. അതിൽ വളരെ പ്രമുഖനാണ് നാം ഇവിടെ ചർച്ചക്കെടുത്ത ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തൻ്റെ 16-ാം വയസ്സ് മുതൽ തുടങ്ങിയ വഫാത്ത് വരെയുള്ള ദീർഘമായ യാത്രയാണ്. പല ഇടങ്ങളിലും പല സമയങ്ങളും പല നാട്ടുകളിലേക്കും പല തവണകളായി മഹാനവറുകൾ യാത്ര ചെയ്തിട്ടുണ്ട്. പല പരീക്ഷണങ്ങളും മഹാനവറുകൾ നേടേണ്ടി വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാം ഉസ്താദവറുകൾ മഹാനവറുകളുടെ ഹദീസ് റിഹ്ലാത്തുകളെക്കുറിച്ച് പറയുന്ന അതിന് നമുക്ക് ബഹുമാനപ്പെട്ട സുലൈമാൻ ഫൈസി കീശേരി ഉസ്താദ് അവറുകൾ ഇവിടെയുണ്ട്. മഹാനവറുകൾ വളരെയധികം ചരിത്രങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ്, ഫിഖ്ഹുകൾ കൈകാര്യം ചെയ്യുന്നവരാണ്, പല ചരിത്ര പ്രഭാഷണങ്ങളിൽ ശ്രദ്ധ നേടിയ മഹാൻ ആണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇമാം ബുഖാരിയുടെ മദദ് കൊണ്ട് അവർക്കും നമുക്കും എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഉസ്താദ് അവറുകളെ ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. പ്രിയ മുതഅല്ലിം സുഹൃത്തുക്കളെ, നിങ്ങളിൽ പലരും എന്നെക്കാൾ അറിവുള്ളവരുണ്ടെന്ന് എനിക്കറിയാം. ധാരാളം ഇൽമു പഠിച്ച വലിയ മുതഅല്ലിമീങ്ങളാണ്. നിങ്ങൾക്കറിയാത്ത കാര്യം പഠിപ്പിച്ചു തരാൻ മാത്രമുള്ള ഇൽമ എൻ്റെ കയ്യിലില്ല. എന്നാലും കൂടിയിരുന്ന് ചിലതൊക്കെ മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ അത് ഖൈറാണല്ലോ. പുതിയതൊന്നും കിട്ടിയില്ലെങ്കിലും ഈ ഇൽമിൻ്റെ മജ്ലിസിൽ ഒരുമിച്ച് കൂടുക എന്ന ബറക്കത്തെങ്കിലും കിട്ടും. ഞാൻ വളരെ ചുരുക്കി, അത്രേ സമയമുള്ളൂ, വളരെ ചുരുക്കി ചില കാര്യങ്ങൾ ആമുഖമായി ഉസ്താദ് പല കാര്യങ്ങളും പറഞ്ഞു. വിജ്ഞാനം തേടിയുള്ള യാത്ര, അത് സ്വർഗത്തിൽ വെച്ച് ആദം നബി അലൈഹിസ്സലാം തുടങ്ങി വെച്ച പ്രക്രിയയാണ്. ഇനി അതിൻ്റെ മേപ്പോട്ട് മനുഷ്യനില്ലല്ലോ. ഒരിക്കൽ ആദം നബി അലൈഹിസ്സലാം ഇരിക്കുന്നിടത്ത് അല്ലാഹു തആല വഴി അറിയിക്കുന്നു. അപ്പുറം ഒരു സംഘം മലായിക്കത്തിരിക്കുന്നുണ്ട്. താങ്കൾ അവിടെ പോയി അവർക്ക് സലാം പറയണം. അവരെങ്ങനെ പ്രതികരിക്കുന്നു, പ്രതിവചിക്കുന്നു എന്ന് ശ്രദ്ധിക്കണം. അതെന്തായാലും അതായിരിക്കും നിങ്ങളുടെ വംശാവലിയുടെ അവസാനം വരെയുള്ള അഭിവാദന രീതി എന്ന് അള്ളാഹു പറയുകയും അതനുസരിച്ച് ആദം നബി അലൈഹിസ്സലാം ആ അങ്ങനെയുള്ള മലായിക്കത്തിൻ്റെ സംഘത്തെ തേടിയിറങ്ങുകയും ചെയ്തു. അങ്ങനെ അവിടെ എത്തി അവരോട് അസ്സലാമു അലൈക്കും എന്ന് അബുൽ ബഷർ ആദം അലൈഹിസ്സലാം പറഞ്ഞപ്പോൾ മലായിക്കത്ത് വ അലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹ് എന്ന് അതിന് പ്രതിവചിച്ചു. എങ്ങനെ സലാം പറയണം, അതിനെ എങ്ങനെ മടക്കണം എന്നുള്ള ഇൽമു പഠിക്കാൻ വേണ്ടി അല്ലമ ആദമൽ അസ്മാ കുല്ലഹ എന്ന് പഠിപ്പിച്ച ആലിമായ ആദം നബി അലൈഹി ഇസ്ലാമിനോട് ഒരു സലാം പറയേണ്ടതും മടക്കേണ്ടതും എങ്ങനെ എന്ന് പഠിക്കാൻ വേണ്ടി ഉസ്താദന്മാരുടെ അടുത്തേക്ക് യാത്ര ചെയ്ത് പഠിക്കാൻ കൽപ്പിക്കുകയും ആദം നബി അലൈഹി ഇസ്ലാം അത് ചെയ്യുകയും ചെയ്തവരാ. പിന്നെ അമ്പിയാക്കന്മാരുടെ ചരിത്രത്തിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി ഇസ്ലാം അന്നീ ദാഹിബുൻ ഇലാ റബ്ബി സയഹ്ദീൻ, ഹിദായത്തിൻ്റെ വഴി തേടിക്കൊണ്ട് ഞാൻ അള്ളാഹു കൽപ്പിച്ച വഴിയിൽ യാത്ര പുറപ്പെടുകയാണ് എന്ന് പറഞ്ഞ് ഇൽമു വർദ്ധിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഖലീലുല്ലാഹി അലൈഹി ഇസ്ലാമും യാത്ര പുറപ്പെട്ടത്. പിന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം പറയേണ്ടതുമില്ല. വലിയ നബിയായി റസൂലായി തൗറാത്ത് നൽകപ്പെട്ട മഹാൻ. അൽക്കഫ് സംഭവത്തിലൂടെ ഞാൻ വിശദീകരിക്കാൻ സമയമില്ല, നിങ്ങൾക്കൊക്കെ അറിയുകയും ചെയ്യുമല്ലോ. അൽക്കഫ് സംഭവത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന
ആലിം ആരാണ് എന്ന ചോദ്യത്തിന് അദബിന് അത്ര അനുഗുണമല്ലാത്ത നിലക്കൊരു മറുപടി വന്നോ എന്നൊരു തോന്നൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഒന്നുകൂടി അദബ് പഠിക്കേണ്ടതുണ്ട് എന്ന നിലക്ക് ദീർഘദൂരം യാത്ര ചെയ്തുകൊണ്ട് തീരദേശത്തിലൂടെ മാസങ്ങളോളം യാത്ര ചെയ്ത് ഭക്ഷണത്തിന് വേണ്ടി മത്സ്യം പിടിച്ച് ഉണക്കി അത് വട്ടിയിലാക്കി ചുമലിലേറ്റിക്കൊണ്ട് കഷ്ടപ്പെട്ട് നടന്ന് ലക്ഷ്യം പിഴച്ചു പോയപ്പോൾ തിരിച്ചു വന്ന് ലക്ഷ്യത്തിലെത്തി ഗുരുവിനെ കണ്ടിട്ട് എന്തൊരു അതബോട് കൂടിയാണ് മഹാനായ കരീമുല്ലാഹി പറയുന്ന അത്തബിഉക അലാ അൻ തുഅല്ലിമനി മിമ്മാ ഉല്ലിംത റുഷ്ദാ, അങ്ങേക്ക് പഠിപ്പിക്കപ്പെട്ട റുഷ്ദിൻ്റെ വഴിയിൽ നിന്നും എനിക്ക് അല്പം പഠിക്കാൻ വേണ്ടി ഞാൻ അങ്ങയോടെ കൂടെ യാത്ര ചെയ്തോട്ടെ. ഗുരുവിൻ്റെ മറുപടി എടുത്തടിച്ചതുപോലെയാണ്. ഇന്ന കലന്തസ്വത്തെയാമായ സുബറ, നീ ഇൽമ പഠിക്കാൻ വന്നതാണ്, പക്ഷേ എൻ്റെ കൂടെ ക്ഷമിച്ചിരുന്ന് പഠിക്കാൻ നിനക്ക് കഴിയില്ല. ഇൽമിൻ്റെ മാർഗത്തിൽ ധാരാളം കഷ്ടപ്പെടണമെന്ന് മാത്രമല്ല ഒരുപാട് ക്ഷമിക്കണമെന്നാണത് പഠിപ്പിക്കുന്നത്. നിബന്ധനയൊക്കെ ഒത്ത് 3 മസ്അലയാണ് പഠിപ്പിച്ചത്. ഖുർആൻ നമ്മളോട് പഠിക്കാൻ പറ്റില്ല. ചില ചരിത്രങ്ങളിലൊക്കെ ചിലതുണ്ടെങ്കിലും 3 മസ്അല പഠിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ കലീമായ മൂസ അലൈഹിസ്സലാം കഷ്ടപ്പെട്ട് ഭക്ഷണത്തിന് വേണ്ട വസ്തു ചുമലിലേറ്റി മാസങ്ങളോളം നടന്നൊരു ഗുരുവിനെ സമീപിച്ചെങ്കിൽ ഇൽമു ശേഖരിക്കാൻ വേണ്ടിയുള്ള യാത്ര ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. സഹാബത്തിൻ്റെ സംഭവം പറഞ്ഞല്ലോ. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിൻ ഉനൈസ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അരികെ ഒരു ഹദീസ് ഉണ്ട് എന്ന് കേട്ടു. അബ്ദുല്ലാഹിബിൻ ഉനൈസ് റളിയല്ലാഹു തആല ഷാമിലുള്ളത്, ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു മദീനത്താ. അന്നത്തെ യാത്ര പ്രകാരം 1 മാസം യാത്ര ചെയ്തെങ്കിൽ ഒട്ടകപ്പുറത്തുള്ള യാത്ര ഷാമിൽ അബ്ദുല്ലാഹിബിൻ ഉനൈസ് റളിയല്ലാഹു അൻഹു നിൽക്കുന്ന സ്ഥലത്ത് എത്തൂ. ആ ഹദീസ് ആർക്കറിയാം? ജാബിർ റളിയല്ലാഹുവിനെ അറിയാം. അതാണ് രസം. അറിയാത്ത പഠിക്കാനല്ല പോണത്. ഹദീസിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നിട്ട് നേരിട്ട് കിട്ടിയ അബ്ദുല്ലാഹിബിൻ ഉനൈസിൽ നിന്നിട്ടും ആ ഹദീസ് റിവായത്ത് ചെയ്യുന്ന മറ്റൊരു സഹാബിയിൽ നിന്ന് ഈ വിവരം അബ്ദുല്ലാഹിബിൻ ജാബിർ റളിയല്ലാഹുവിനെ കിട്ടാണ്. ഹദീസ് അറിയാം, പക്ഷേ അത് ആരാ കേട്ടത്? നേരിട്ട് കേട്ടത് അബ്ദുല്ലാഹിബിൻ ഉനൈസ് റളിയല്ലാഹു അൻഹു. അപ്പം അവർ ജീവിച്ചിരിപ്പുണ്ടല്ലോ എങ്കിൽ മറ്റൊരാൾ വഴി ആ ഹദീസ് കിട്ടുന്നത് സ്വീകരിക്കുന്നതിനേക്കാൾ ഉലൂഉൽ ഇസ്നാദിന് വേണ്ടി 1 മാസം യാത്ര ചെയ്തിട്ടാണ് മഹാനവറുകൾ ഷാമിൽ അബ്ദുല്ലാഹിബിൻ ഉനൈസ് റളിയല്ലാഹു തആല അരികെ ചെന്ന് സലാം പറഞ്ഞു മടക്കി. ഞാൻ പുറപ്പെട്ടത് മറ്റൊന്നുമല്ല, ഇങ്ങനൊരു ഹദീസ് നിങ്ങൾ കേട്ടതുണ്ട്, അത് നിങ്ങളിൽ നിന്നിട്ട് തന്നെ കേൾക്കാമല്ലോ. അതിന് മുമ്പ് ഒരുപക്ഷെ ഞാനോ അതല്ലെങ്കിൽ താങ്കളോ മരിക്കുകയാണെങ്കിൽ നേരിട്ട് എനിക്ക് ഉലൂഉൽ ഇസ്നാദ് നഷ്ടപ്പെടുമല്ലോ എന്ന് ഭയന്നുകൊണ്ട് ആ ഒറ്റ ഹദീസ്. അത് കഴിഞ്ഞ് അബ്ദുല്ലാഹിബിൻ ജാബിർ റളിയല്ലാഹു തആല തിരിച്ചു പോരുകയാണ്. അപ്പോൾ ഉലൂഉൽ ഇസ്നാദ് എന്ന് പറഞ്ഞ വലിയ വിഷയമാണ്. അപ്പോൾ ഞാൻ അങ്ങനെ നീട്ടി പറയുന്നില്ല. ഈ ഹദീസ് എന്ന് പറയുന്നത് അതിന് പ്രത്യേകം ഒരു വിഭാഗം തേനീച്ചകളെ അല്ലാഹു തആല സൃഷ്ടിച്ചതാണ്. എന്ന് പറഞ്ഞാൽ ഇൽമാവുന്ന തേൻതുള്ളികൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് 1,00,000-ലധികം സഹാബാ കിറാമുകൾ പഠിക്കുകയും ഹജ്ജത്തുൽ വദാഇൽ ഫൽയുബല്ലിഗ് ഷാഹിദുൽ ഗായിബ എന്ന നിർദ്ദേശം നൽകുകയും ചെയ്തപ്പോൾ അതിന് മുമ്പ് തന്നെ പോയവരുണ്ട്. പക്ഷേ അതോടുകൂടി അതൊരു ജ്വരമായി മാറി. അള്ളാഹുവിൻ്റെ ദീൻ ദഅവത്ത് ചെയ്യാൻ ഖുർആനും തിരുസുന്നത്തും അതനുസരിച്ചുള്ള ശരീഅത്തുൽ ഇസ്ലാമും ലോകത്ത് പ്രചരിപ്പിക്കാൻ വേണ്ടി സഹാബത്ത് യാത്ര പുറപ്പെട്ടു. 1,00,000-ലധികം സഹാബത്തുണ്ടായിട്ട് മദീനയിൽ 10,000-ൽ താഴെ ആളുകളെ മരവിട്ടിട്ടുള്ളൂ എന്നാണ് ചരിത്രം. ബാക്കിയുള്ളവരൊക്കെ ഈ ദീനിൻ്റെ ഉലൂമിനെ പ്രചരിപ്പിക്കാനും ജനങ്ങളിലേക്ക് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ദഅവത്ത് എത്തിക്കാനും വേണ്ടി പോയവരാണ്. ഈ സഹാബത്തൊക്കെ അവർ ജീവിച്ച നാട്ടിൽ ഖുർആൻ വിശദീകരിച്ചു കൊടുക്കുകയും
സുന്നത്ത് പഠിപ്പിച്ചു കൊടുക്കുകയും അതനുസരിച്ചുള്ള ശരീഅത്തിൻ്റെ ഫത്വകൾ നൽകുകയും ചെയ്തവരാണ്. ഇത് മൂന്ന് കൂടി സംയോജിക്കുമ്പോഴേ യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ രൂപമാകും. അപ്പോൾ ആ സുന്നത്ത് ജമാഅത്താവുക. ഖുർആൻ്റെ വ്യാഖ്യാനമാവുന്ന സഹാബത്ത് നിബിതങ്ങളുടെ സുന്നത്തും സഹാബത്തിൻ്റെ ഫത്വകളും കൂടി സംയുക്തമാകുമ്പോഴാണ് ഇത് ലോകത്ത് പ്രചരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നീട് ഹദീസ് ശേഖരിക്കുന്ന പണ്ഡിതന്മാർ ഈ പരന്നു കിടക്കുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആയിരക്കണക്കിന് കിലോമീറ്ററുള്ള അകലെയുള്ള പ്രദേശങ്ങൾ തൊട്ട് കറങ്ങി നടന്ന് ആ നാട്ടുകാരിൽ നിന്ന് നേരിട്ട് ആ ഹദീസും ആ ഖുർആനിൻ്റെ തഫ്സീറും സഹാബത്ത് കൊടുത്ത ഫത്വയും ശേഖരിക്കാൻ വേണ്ടിയിട്ടാണ് മുഹദ്ദിസുകൾ പോയത്. വെറും ഹദീസ് പഠിക്കലായിരുന്നില്ല അവരുടെ ലക്ഷ്യം. ഇതൊക്കെ ഇൽമാണ്. അങ്ങനെ അവർ ക്രോഡീകരിച്ച് അതിൽ ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്തതാണ് മുഹദ്ദിസുകൾ അനുഷ്ഠിച്ച സേവനം. അതൊരു നീണ്ട പട്ടികയാണ്. അതിലേക്ക് കടന്നാൽ നമ്മളെ വിഷയം ഇവിടെ എത്തൂല. നമ്മുടെ ചരിത്ര പുരുഷൻ മഹാനായ മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി, ഈ ചരിത്രം വായിക്കുന്നതിന് മുഖദ്ദിമയായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ലൗ കാനൽ ഇൽമു ഇൻദ സുറയ്യ ലനാലഹു റിജാലും മിൻ ഫാരിസ് അല്ലെങ്കിൽ മിൻ അഹ്ലി ഫാരിസ. പാർസി വംശജരായ ചില ആളുകൾ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വിജ്ഞാനീയങ്ങളെ ശേഖരിക്കാൻ വേണ്ടി അത് സുറയ്യ നക്ഷത്രത്തിൽ പോയെങ്കിലേ ലഭിക്കൂവെങ്കിൽ അത് പോയി നേടി ഈ സമുദായത്തിന് സംഭാവന ചെയ്യാൻ ചില പേർഷ്യൻ വംശജർ വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീർഘദർശനം ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ സാധാരണ എണ്ണുന്നത് ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹുവിനെയാണ്. മഹാനവറുകൾ ഈ പാരിസി പാരമ്പര്യക്കാരനാണ്. അബൂ ഹനീഫാവിൻ്റെ ഉപ്പാപ്പന്മാരെണ്ണിയാ കാണാൻ ഒരു 2 ആൾ 3 ആൾ കഴിയുമ്പം പാരിസികളായി മാറും. അങ്ങനെ പാരിസി പാരമ്പര്യം അതേ രീതിയിൽ തന്നെ ആ ഹദീസിൽ റിജാൽ എന്ന് പറഞ്ഞു ഒരാളെ പറ്റിയിട്ടല്ല. ഇമാം അബൂ ഹനീഫ ഓക്കെ ഒരാളാണ്, പക്ഷേ ഹദീസിൽ പറയുന്ന റിജാലും മിൻ അഹ്ലി ഫാരിസ കുറേ ആളുകളുണ്ട്. അതിൽപ്പെട്ട മുഖ്യനായ 2ാമത്തെ ആളാണ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ. അവിടുത്തെ പിതാവിൻ്റെ പിതാവിൻ്റെ പിതാവ് കഴിഞ്ഞാൽ 3 ആളെ ഇസ്ലാമിലുള്ളൂ. 4ാമത്തെ ആൾ ബർദിസ്ബ എന്നാണ് അവസാനിക്കുന്നത്. ബർദിസ്ബ എന്ന വാക്കിൻ്റെ അവരുടെ ആ ഭാഷൻ്റെ അർത്ഥപ്രകാരം കർഷകൻ എന്നേ അർത്ഥമുള്ളൂ. എങ്കിൽ പക്ഷെ അതായിരുന്നു അയാളുടെ പേര്. അയാൾ മജൂസിയായിട്ട് തന്നെ മരിച്ച ആളാണ്. പേർഷ്യക്കാരനാണ്, മജൂസി മതക്കാരനാണ്. അവിടെ നിന്ന് ഇങ്ങോട്ടാണ് അന്നത്തെ ബുഹാറയിലെ ഗവർണറായിരുന്ന ജോഫിയുടെ ദൈവത്തിൽ അദ്ദേഹം വഴിയാണ് ഈ ബർദിസ്ബഹിൻ്റെ മകൻ ഇസ്ലാം സ്വീകരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു സംവിധാനമുണ്ട് ഇസ്ലാമിൽ. അത് ഇത്തിഫാഖിയല്ല. ആര് മുഖേന ഇസ്ലാം മതം സ്വീകരിച്ചോ ആ വ്യക്തിയിലേക്ക് നസബ് ചേർക്കുക എന്നൊരു സമ്പ്രദായമുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ എപ്പോഴും അങ്ങനെ തന്നെ. ഒരു അമുസ്ലിം നമ്മുടെ ഏതെങ്കിലും ഒരു കുടുംബവുമായി ബന്ധപ്പെട്ട് നേരത്തെ പരിചയപ്പെട്ട് സ്നേഹത്തിലായി ഇസ്ലാമിലേക്ക് താല്പര്യം വന്നു, ആ കുടുംബം മുഖേന ഇസ്ലാം എന്ന് സ്വീകരിച്ച ആ കുടുംബക്കാരനായിട്ടാണ് ഇന്നും നമ്മൾ കണക്കൂട്ടുന്നത്. ഇത് ഇസ്ലാമിൽ ഒരു വീക്ഷണകോണാണ്, അംഗീകരിക്കപ്പെട്ടതുമാണ്. ആ നിലക്കാണ് ഇമാം ബുഖാരിയെ ജുഅഫി എന്ന് പറയുന്നത്. അല്ലാതെ അടിമയെ മോചിപ്പിച്ചാലും മൗലയാവും. അതിന് പറയാ മൗലൽ ഇത്ത്ഖാണ്. അതിന് വിലായത്തുൽ ഇത്ത്ഖിൽ നിന്നുള്ള മൗലൽ ഇത്ത്ഖാണ്. ഇതങ്ങനെയല്ല, ഇത് വിലായത്തുൽ ഇസ്ലാം, മൗലൽ ഇസ്ലാമാണ്. അപ്പോൾ ജുഅഫി അന്നത്തെ ബുഹാറയിലെ ഗവർണറായിരുന്നു. അയാൾ മുഖേനയാണ് ഇവരുടെ ഉപ്പാപ്പ ഇസ്ലാമതം സ്വീകരിച്ചത് കൊണ്ട് അവർക്ക് ജുഅഫി എന്ന് പറഞ്ഞു. അറബികളല്ലാത്തവർ ഈ പാരമ്പര്യം സംരക്ഷിച്ച് പോരലില്ലല്ലോ. അതുകൊണ്ട് തന്നെ ബർദിസ്ബൻ്റെ അപ്പുറം ആരാണെന്ന് ആർക്കും അറിയില്ല. നമുക്കറിയോ വല്യാപ്പാൻ്റെ അപ്പാരാന്ന് വെച്ചാൽ അറിയണ ഒരു കൂട്ടത്തിൽ അധികം ഉണ്ടാവില്ല. വല്യാപ്പാനെ തന്നെ അറിയാത്തവരുണ്ടാവും. അതാണ് നമ്മളവസ്ഥ. എന്നാട്ടെ, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അല്ലാഹു തആല ഈ രംഗത്ത് പ്രത്യേകം തിരഞ്ഞെടുത്ത ഒരു
പ്രധാന സൂര്യ തേജസ്യ. ഹദീസ് രംഗത്ത് മാത്രമല്ല, ബാക്കി പല പണ്ഡിതന്മാരെ പോലെയും വേർതിരിക്കുന്ന ഇമാം ബുഖാരിയുടെ ഒരു പ്രത്യേകത. ഇപ്പം നേരത്തെ ഉസ്താദ് തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഒരു മാസം കഴിഞ്ഞിട്ട് ഞാൻ ആരാണെന്ന് എനിക്കറിയില്ല എന്ന് ചോദിച്ചത് ചെറിയ ചോദ്യമല്ല. ഇമാം ബുഖാരി തങ്ങൾ പറയുന്നു, അദ്ദേഹം അവരെ തെറ്റി തന്നെ പറയാൻ, ഞാൻ എവിടെ ചെന്നാലും ഒരാളിൽ നിന്നിട്ടൊരു ഹദീസ് സ്വീകരിക്കുകയാണെങ്കിൽ അയാളുടെ പേര്, അയാളുടെ പിതാവിൻ്റെ പേര്, അയാളുടെ പിതാമഹൻ്റെ പേര്, അയാളുടെ കബീല, അയാൾക്കുള്ള നസബും നിസ്ബയും ഇത് പഠിച്ചിട്ടല്ലാതെ ഒരു ഹദീസും ഞാൻ ഒരാളിൽ നിന്നും സ്വീകരിച്ചിട്ടില്ല. അതാണ് നസ്ബുൻ നിസ്ബി എന്ന് പറഞ്ഞാൽ രണ്ടുണ്ട്. ചിലപ്പോൾ കുടുംബത്തിലേക്ക് നിസ്ബ ചെയ്യും, ചിലപ്പോൾ നാട്ടിലേക്ക് നിസ്ബ ചെയ്യും, ചിലപ്പോൾ തൊഴിലിലേക്ക് നിസ്ബ ചെയ്യും. ഇത് തിരിയാതെ പല മുഹദ്ദിസുകളും കൺഫ്യൂഷനായിട്ടുണ്ട്. ഒക്കെ നിസ്ബന്യക്കാരം ഇത് ഏതിലേക്കാണ് ഈ മനുഷ്യനെ നിസ്ബ ചെയ്തത് അതും പഠിക്കും, ഇയാൾ ഏത് കുടുംബക്കാരനാണ് അതും പഠിക്കും. ഇദ്ദേഹത്തിൻ്റെ ഗുരു പാരമ്പര്യവും മനസ്സിലാക്കിയിട്ടല്ലാതെ ഒരു ഹദീസും ഞാൻ ഒരാളിൽ നിന്നും സ്വീകരിച്ചിട്ടില്ല. തീർന്നില്ല. ഇമാം ബുഖാരിയുടെ ഹദീസ് പരിവേഷണത്തിൽ യാത്ര മാത്രമല്ല, ഒരു പ്രത്യേകത ഇപ്പം തന്നെ മനസ്സിലായില്ല ഇപ്പം നിങ്ങൾക്ക്. അതായത് തൻ്റെ ഗുരു ആരാണ് എന്നത് അയാളെ പേര് പറഞ്ഞാലും അറിയും, ലഖബ് പറഞ്ഞാലും അറിയും, കുഞ്ഞത്ത് പറഞ്ഞാലും അറിയും, നസ്ബ് പറഞ്ഞാലും അറിയും, നാട് പറഞ്ഞാലും അറിയും. എന്താ പിൽക്കാലത്ത് ചില ഹദീസുകളുണ്ട്, പ്രത്യേകിച്ച് സുഫിയാൻ റളിയല്ലാഹു തആല അൻഹു അങ്ങനെ പ്രത്യേകത ഉണ്ട്. ഹദീസിൽ ഖറാബത്തിന് വേണ്ടിയിട്ട് മഷൂറായ പേര് മാറ്റിയിട്ട് വയറു മഷൂറായ ലഖബുകൾ പറയും, അല്ലെങ്കിൽ കുഞ്ഞത്ത് പറയും വയറു മഷൂറായ. അപ്പം പരിചയം കുറഞ്ഞ മുഹദ്ദിസുകൾ തലബത്ത് അവർ എന്താളിക്കും, ഇത് ആരാള്, ഇയാൾ അവസ്ഥ എന്താണ്, ഇയാൾ മജ്ഹൂലാണോ അതല്ല മഅറൂഫാണോ എന്നറിയില്ല. അങ്ങനെ സംഭവം തന്നെ ഉണ്ട്. സുഫിയാൻ റളിയല്ലാഹു തആല ഹദീസ് പറഞ്ഞ് തൻ്റെ ഷെയ്ഖിനെയും കുഞ്ഞത്ത് പറഞ്ഞ്, ഷെയ്ഖിൻ്റെ ഷെയ്ഖിനെയും കുഞ്ഞത്ത് പറഞ്ഞ്, മൂന്നാമത്തെ ആൾ സാഹിബിനെയും കുഞ്ഞത്ത് പറഞ്ഞ്, ഈ മൂന്ന് കുഞ്ഞത്തും മഅറൂഫല്ല. തലിമീങ്ങളൊക്കെ ഇങ്ങനെ ബേജാറായി നിൽക്കുക. അന്ന് 12 വയസ്സാണ് ആർക്ക്, ഇമാം ബുഖാരിക്ക്. ഇവരിങ്ങനെ ബേജാറായി നിൽക്കുന്ന ഈ മൂന്നാളുകളെയും അറിയില്ല, സാഹിബിനെയും അറിയില്ല, താബീനെയും അറിയില്ല, താബീനെയും അറിയില്ല, ആകെ അറിയുന്ന സുഫിയാനെ മാത്രം. ഇമാം ബുഖാരി ബേജാറാണ്ട, പറഞ്ഞ ആൾ ഇന്ന ആളാണ്, മറ്റേ ഇന്ന ആളാണ്. അവസാനം അബൂ ഹംസ പറഞ്ഞ് ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു തആല അൻഹു വരെ ഇങ്ങോട്ട്. അപ്പോൾ ഇമാം ബുഖാരിൻ്റെ അടുക്കൽ ഏത് നിലയ്ക്ക് ഒരാളെ പേരോ ലഖബോ കുഞ്ഞത്തോ നിസ്ബയോ നസബോ ഏത് കേട്ടാലും ഇന്ന ആളാണെന്ന് കൃത്യമായി തിരിച്ചറിയാൻ എന്നിട്ടേ ഹദീസിനെ ഇതുള്ളൂ. ഇനി എന്ന് പറഞ്ഞു സൂക്ഷ്മതയാണ് ഹദീസിലുള്ളത്. ഒരാൾക്കും എന്താക്കി കളയാൻ കഴിയില്ല, തെറ്റിദ്ധരിപ്പിച്ച് അബദ്ധത്തിൽ കൊടുക്കാൻ കഴിയില്ല. അതിനാദ്യം തന്നെ മുൻകരുതൽ എന്ന നിലക്ക് 10ാമത്തെ വയസ്സിലാണ് അല്ലെങ്കിൽ 9ാമത്തെ വയസ്സിലാണ് ഹദീസ് പഠിക്കണം എന്നുള്ള ആഗ്രഹം കയറുന്നത്. അന്ന് മദ്രസയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയാണ്. ഒരിക്കൽ തൻ്റെ ശിഷ്യൻ നേരിട്ട് ചോദിച്ചതാ, നിങ്ങൾ എന്ന് മുതൽക്കാണ് ഈ ഹദീസിലേക്ക് താല്പര്യം വന്നത്? ഖബല 10 സിനീൻ മുദ്ദത്ത കുന്തു ഫിൽ കുത്താബ്. ഞാൻ മദ്രസയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ 10 വയസ്സ് തികഞ്ഞിട്ടില്ലെന്ന് എനിക്ക് അന്ന് വന്നിട്ടുണ്ട് ആഗ്രഹം. 10ാം വയസ്സ് വരെ മദ്രസ ജീവിതം നടത്തി പ്രാഥമികമായ ഉലൂമുകളൊക്കെ ശേഖരിച്ചതിന് ശേഷം ഇമാം ബുഖാരി തങ്ങൾ ഹദീസ് അന്വേഷണത്തിനായി 10ാമത്തെ വയസ്സിൽ പുറപ്പെട്ടു. എവിടേക്ക്? മദീനത്തേക്കല്ല, മക്കത്തേക്കല്ല. ആ ചരിത്രം ഒരു അത്ഭുത ചരിത്രമാണ്. ബഹുമാനപ്പെട്ടവർ ഖുറാസാൻകാരനാണല്ലോ ആള്. ബുഖാരി എന്ന് പറയുന്നത് പഴയ കാലത്ത്, അതിപ്പം പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഖുറാസാൻ എന്ന് പറയുന്ന വിശാലമായൊരു രാജ്യമുണ്ടായിരുന്നു. ഇന്ന് ഇറാനിലും അഫ്ഗാനിസ്ഥാനിലും തുർക്കുമിസ്ഥാനിലും ഉസ്ബെക്കിസ്ഥാനിലും കൂടി പരന്നു കിടക്കുന്ന ഒരു പ്രദേശമാണ് ഖുറാസാൻ. അതിൽ ധാരാളം പട്ടണങ്ങളുണ്ട്, വലിയ വലിയ ഉലമാക്കന്മാരുടെ കേന്ദ്രങ്ങളുണ്ട്,
അവിടെയൊക്കെ വിവിധങ്ങളായ വിജ്ഞാന ശാഖകളുണ്ട്. ഇതന്വേഷിച്ച് 10-ാം വയസ്സ് മുതൽ 15 വയസ്സ് വരെ ഖുറാസാൻ്റെ പട്ടണങ്ങൾ തെണ്ടി നടന്ന് ഇൽമു പഠിക്കുകയായിരുന്നു. പക്ഷേ മഹാനവറുകൾക്ക് സാഹചര്യം അനുകൂലമാകാൻ ഒരവസ്ഥയായിരുന്നു. വാപ്പ മുഹദ്ദിസും വലിയ സൂഫിയും പണ്ഡിതനുമായതോടുകൂടി വലിയ വ്യാപാരിയും ആയിരുന്നു. ഹലാലാണെന്ന് ഉറപ്പുള്ളതല്ലാത്ത ഒരു വ്യാപാരവും അവർ ചെയ്തിരുന്നില്ല. ഇമാം ബുഖാരി ചെറിയ കുഞ്ഞായിരുന്ന സമയത്ത് തന്നെ വാപ്പ മരിച്ചു. ഒരു ജ്യേഷ്ഠനുണ്ട്, അഹമ്മദ് എന്ന പേരിലൊരു ജ്യേഷ്ഠനും താൻ മുഹമ്മദും. ഇങ്ങനെ 2 മക്കളേ ഉള്ളൂ. മുഹമ്മദ് എന്ന് പറയുന്ന നമ്മളെ ചരിത്ര പുരുഷൻ കുട്ടിയായിരിക്കുന്ന പൈതലായിരിക്കുന്ന സമയത്ത് തന്നെ മരണപ്പെടുകയും ഉമ്മയാണ് പോറ്റി വളർത്തുന്നത്. തൻ്റെ മൂത്ത ജ്യേഷ്ഠനും ഉണ്ടായിരുന്നു. വലിയൊരു സമ്പത്ത് വാപ്പ ഹലാലാണെന്ന് ഉറപ്പുള്ള മാർഗത്തിലൂടെ ശേഖരിച്ചു വെച്ചത് തൻ്റെ അവകാശത്തിൽപ്പെടുന്ന ഭാഗം താൻ ബുദ്ധിപൂർവം ഉപയോഗിച്ചിരുന്നു. വിശ്വസ്തരായ ദീനീഭക്തരായ കച്ചവടക്കാർക്ക് കാശ് കൊടുത്ത് മുദാറബത്ത്, നമ്മൾ പറയുന്ന രാപക്കൂറ് കച്ചവടമുണ്ട്, കാശ് മുടക്കിയിട്ട് ബിസിനസ് ചെയ്യിച്ചിട്ട് ലാഭം വീതിക്കുന്ന, അങ്ങനെ ആയിരങ്ങളുടെ വരുമാനം ഹലാലായ മാർഗത്തിൽ തനിക്കുണ്ടായിരുന്നു. ഇത് ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ 10 വയസ്സ് മുതൽക്ക് 15 വയസ്സിനിടയിൽ എവിടെയൊക്കെ പോയിന്നാ. അന്നത്തെ ഖുറാസാൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ചുറ്റുപാടുമാണ്. വാഹിരി രാജവംശം ഭരിക്കുന്നു. അബ്ബാസി ഖലീഫന്മാർ കുറച്ചു കാലേ സ്വന്തം ഭരിച്ചിട്ടുള്ളൂ. പിന്നീട് രാജാക്കന്മാരാണ് ഭരിക്കുന്നത്. ഇവർ ഖലീഫയായിട്ട് മേലുണ്ടാവും. അതിൽ ഖലീഫിനോട് അനുകൂലിക്കുന്നവരുണ്ടാവും, പ്രതികൂലിക്കും. ഇവർ രാജാവുമായി ഖലീഫയുമായി ഒത്തുപോയ 55 കൊല്ലം നീണ്ടുന്ന ആ രാജഭരണം അബ്ബാസി ഖിലാഫത്തുമായി ഒരിക്കലും കലഹിച്ചിട്ടില്ല. സുന്നി വംശജരുമായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ നിലക്കുള്ള സാഹചര്യവും അനുകൂലമായിരുന്നു ഖുറാസാന്. ഖുറാസാൻ്റെ എല്ലാ പട്ടണങ്ങളിലും ധാരാളം ഉലമാക്കൾ വിവിധ ഫന്നുകളിലുള്ള ഫുഖഹാ ഉണ്ട്, മുഫസ്സിറുകളുണ്ട്, മുഹദ്ദിസുകളുണ്ട്, അൽമുൽ കലാമിൻ്റെ ആളുകളുണ്ട്. ഇങ്ങനെ എല്ലാ വിജ്ഞാന ശാഖകളിലും തലയെടുപ്പുള്ള ഉയർന്ന ഉലമാ ജീവിക്കുന്ന നാടാണ്. അതിനുള്ള സാഹചര്യം രാഷ്ട്രീയമായിട്ട് അവിടെ ഉണ്ടായിരുന്നു താനും. അങ്ങനെ ഈ പട്ടണങ്ങൾ ചുറ്റി അതിൽ പ്രധാനപ്പെട്ട ആണ് നൈസാബൂർ. അതെ, നമ്മൾ ഇമാം റമീനിയൊക്കെ ഉൾപ്പെടെയുള്ളവരുടെ പ്രധാന കേന്ദ്രം. പിന്നീടായതാണ് ആ സ്ഥലം. നൈസാബൂർ, ബുഖാറ, റയ്യിലേക്ക് നിസ്ബ ചെയ്തിട്ടാണ് നമ്മൾ റാസി എന്ന് പറയുന്നത്. റയ്യ്, സമർക്കണ്ട്, അതുപോലെ ഷാസ്, മർവ്, ഹറാത്ത്, ബൽഖ്, ഇത്രയും പ്രധാന പട്ടണങ്ങളാണ്. എത്ര സ്ഥലമുണ്ട് ഇതിൻ്റെ അടുക്കുന്ന നിങ്ങൾ കരുതി? ബുഖാരയിൽ നിന്നിട്ട് ബൽഖിലേക്ക് 599 കിലോമീറ്റർ ഉണ്ട്. അത് ഇന്ന് ബൽഖ് അടക്കുന്നത് ഇന്ന് അഫ്ഗാൻ്റെ ഭാഗത്താണ്. ഉസ്ബെക്കിസ്ഥാനിലാണല്ലോ ബുഖാറ ഉള്ളത്. അതൊക്കെ ഈ പറയുന്ന ഖുറാസാനായിരുന്നു. പിന്നീട് വെട്ടിമുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പട്ടണങ്ങളും രാജ്യങ്ങളും മാറിപ്പോയതാണ്. പിന്നെ ബൽഖയിൽ നിന്നിട്ട് തിരിച്ച് മർവയിലേക്കാണ് വന്നത്. മർവസി എന്നും മർവറൂസി എന്നും ഒക്കെ പറയുന്ന മർവസി എന്ന് പറയുന്ന ഈ മർവ, അതിലേക്ക് നിസ്ബയും ചാവട്ടിയിട്ട് അറിയാം. മർവയിലേക്ക് നിസ്ബയും മർവസി എന്ന് പറയും. മർവയിലേക്ക് 792 കിലോമീറ്റർ ഉണ്ട്. അവിടെ നിന്ന് കേട്ടാ പോയിരുന്നു. പിന്നെ അവിടെ നിന്ന് പിന്നെ നൈസാബൂരിലേക്ക്, ഒരു പ്രധാനപ്പെട്ട പട്ടണം, വലിയ ഉലമാക്കന്മാരുടെ കേന്ദ്രമായിരുന്ന നൈസാബൂരിലേക്ക് മർവയിൽ നിന്നിട്ട് 757 കിലോമീറ്റർ ഉണ്ട്. ഇന്ന് നമ്മൾ കാറോടിച്ച് പോകുകയല്ല. കാറോടിച്ച് പോകുകയാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് എത്തുന്ന ദൂരമുള്ളൂ. ഇതൊക്കെ ഒട്ടകപ്പുറത്ത് നടന്നിട്ടും കാൽനടയായിട്ടും ഒട്ടകപ്പുറത്തും വേണം യാത്ര ചെയ്യാൻ. ഈ പറയുന്ന 1000ഓളം കിലോമീറ്ററുകൾ ഒന്നിനൊന്നിക്ക്. അവിടെ നിന്ന് പിന്നെ റയ്യിൽ നിന്നിട്ട് വാസിത്തയിലേക്ക് 984 കിലോമീറ്റർ ഉണ്ട്. വാസിത്തിങ്ങപ്പുറത്താണ്, ഓലതിപ്പെട്ടല്ല, ഇരിക്കട്ടെ, വാസിത്ത ഇറാഖിൽപ്പെട്ട. ഇങ്ങനെ ചുരുക്കത്തിൽ റയ്യ്, റാജിമാമിൻ്റെ റയ്യ്, അതുപോലെ മർവ്,
മറുവ ഈ റാസി ഇമാം ഉൾപ്പെടെ ജീവിച്ചു പോയ ഒരുപാട് ശാസ്ത്രജ്ഞരും ബുദ്ധിജീവികളും ജീവിച്ചു പോയ റാസികൾ പലരും ഉണ്ടല്ലോ. തബീബായ റാസി ഉണ്ട്, ഇമാമായ റാസി ഉണ്ട്. ഇവരൊക്കെ താമസിച്ച റയ്യ് ഇന്നെവിടെ? ഇന്ന് ആ പേരിലൊരു രാജ്യമില്ല. അത് ഇറാൻ്റെ തലസ്ഥാനമാവുന്ന തെഹ്റാൻ്റെ തൊട്ടടുത്ത് നാമാവശേഷമായിപ്പോയ ഒരു പഴയകാല പട്ടണമാണ്. ഇമാം ബുഖാരിയുടെ ഒക്കെ കാലത്ത് സജീവമായി നിന്നിരുന്ന, പിന്നെയും നൂറ്റാണ്ടുകളോളം ലോകത്തിന് ഇൽമിൻ്റെ പതാകവാഹകരായ നൂറുകണക്കിന് പണ്ഡിതന്മാരെ സംഭാവന ചെയ്ത ആ പ്രദേശം ഇന്ന് നസ്യമൻസിയായിപ്പോയി. തെഹ്റാൻ്റെ സമീപത്തുള്ള ഒരു പട്ടണമാണെന്ന്. അതാണ് ഇറാൻ തൊട്ടിട്ട് പോയി അങ്ങ് ഉസ്ബെക്കിസ്ഥാൻ വരെ പോയിട്ട് ഇപ്പുറത്ത് അവിടെ അഫ്ഗാനിസ്ഥാൻ വരെയുള്ള ഈ പ്രദേശങ്ങൾ മുഴുവനും സഞ്ചരിച്ച് അവിടെ നിന്ന് ലഭിക്കാവുന്ന ഇൽമുകൾ മുഴുവനും നേടി. വെറും ഹദീസല്ല. ഇമാം അവർ പറയുന്നത് 15ാമത്തെ വയസ്സായപ്പോഴേക്ക് 3 മദ്ഹബ്, സ്വതന്ത്രമായ 3 മദ്ഹബ് പൂർണ്ണമായും ഞാൻ ഹിഫ്ളാക്കിയിരിക്കുന്നു. ഹദീസിൻ്റെ പുറമേണത്. ഏതാമത് വേറെ ഒന്ന് ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മദ്ഹബിന് മഹാനവറുകൾ പറയും അസ്ഹാബുർ റയ്യീന. അതിന് നല്ല അർത്ഥമുണ്ട്, നമ്മൾ ചീത്താർത്ഥത്തേക്ക് പോകണ്ട. അസ്ഹാബുർ റയ്യീൻ്റെ മദ്ഹബ്, ഇമാം വക്കീ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മദ്ഹബ്, ഇമാം അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മദ്ഹബ്. ഈ മദ്ഹബിലെ അഗ്രേസരരായ പണ്ഡിതന്മാർ ജീവിച്ചിരുന്ന ഈ മഹത്തായ ഖുറാസാനിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ 3 മദ്ഹബും ഞാൻ ഹിഫ്ളാക്കിയെന്ന്. മദ്ഹബ് മാത്രമല്ല, അബ്ദുല്ലാഹി ഇബ്നു മുബാറക്കിൻ്റെയും അതുപോലെ തന്നെ മഹാനായ ഇബ്നു വക്കീൻ്റെയും വക്കീ റളിയല്ലാഹു അൻഹുവിൻ്റെ മുഴുവൻ കിതാബുകളും ഞാൻ ഹിഫ്ളാക്കി. അസ്ഹാബുർ റഈൻ്റെ മുഴുവനും ഞാൻ സ്വായത്തമാക്കി. ഒരിക്കൽ ഒരു ഉസ്താദിൻ്റെ അടുത്ത് ക്ലാസ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ അവിടെ വഴിയപ്പെട്ട വലിയൊരു മുഹദ്ദിസ് അവിടെ കയറി വന്നു. അപ്പോഴേക്കും ഇമാം ബുഖാരി പുറത്തിറങ്ങിയാണ്. ആ ഉസ്താദിനോട് ഈ ഗുരു പറയാണ്, അല്പം മുമ്പ് നിങ്ങൾ വന്നിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു അത്ഭുതം കാണാമായിരുന്നു. എന്താ അത്ഭുതം? താടിയും മീശയും മുളച്ചിട്ടില്ലാത്ത ഒരു കൊച്ചു പയ്യൻ 70,000 ഹദീസുകൾ ഹിഫ്ളിൽ നിന്ന് പറയാൻ കഴിയുന്ന മഹാനാണ്. എവിടുന്ന്? ഇതൊന്നും പുറത്തു പോയിട്ടല്ല, സ്വന്തം നാട്ടിൻ്റെ പരിസരങ്ങളാവുന്ന ഖുറാസാനിൻ്റെ പട്ടണങ്ങളിൽ നടന്ന് എങ്ങനെ പഠിച്ചു? 70,000 ഹദീസ് ചൊല്ലി പഠിക്കല്ല, അത് മെമ്മറി പവറുള്ള കുട്ടിയൊക്കെ വേഗം ചൊല്ലി പഠിക്കാൻ കഴിയും. ഈ പറയുന്ന 70,000 ഹദീസ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളിലേക്ക് എത്തുന്നത് വരെയുള്ള സനദിൻ്റെ റിജാല് നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ പേര്, പിതാവിൻ്റെ പേര്, കുഞ്ഞത്ത്, ലഖബ്, നസബ്, നിസ്ബ, ഇത് മുഴുവനും പഠിച്ച് ഈ ഓരോ ഹദീസും പഠിക്കുമ്പോൾ അതിൻ്റെ അഹ്കാമുകളും മസായിലും പഠിക്കാതെ രണ്ടാമത്തെ ഹദീസ് ഞാൻ പഠിക്കാറുണ്ടായിരുന്നില്ല. ഇമാം ബുഖാരി ഹദീസ് ഇങ്ങനെ കാണാൻ പഠിക്കുന്ന ഒരുപാട് ഹദീസുകളുണ്ട്. അവർക്ക് ലക്ഷക്കണക്കിന് ഹദീസ് പറയാൻ കഴിയും. പക്ഷേ ആ ഹദീസ് തരുന്ന ഇൽമെന്താണ്, ഹുക്മെന്താണ്, അതിൻ്റെ പിന്നിലുള്ള തത്വം എന്താണ്, അത് ചോദിച്ചാൽ അവർക്കറിയില്ല. അവർക്ക് മെമ്മറി പവർ ഉണ്ടെന്നതുകൊണ്ട് കേട്ടതെല്ലാം ഹിഫ്ളാക്കി വെക്കും. അങ്ങനെ ധാരാളം ഹദീസുകളുണ്ട്. ആ കൂട്ടത്തിലായിരുന്നില്ല ഇമാം ബുഖാരി. ഒരു ഹദീസ് പഠിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഹദീസിൻ്റെ മുമ്പ് ആ ഹദീസിനെ പഠിക്കുക. അതിലെന്തൊക്കെ അഹ്കാമുകളുണ്ട്, അത് എന്തൊക്കെ വിഷയങ്ങളിലേക്ക് നമ്മൾക്ക് സൂചന തരുന്നുണ്ട്, ഏതൊക്കെ ഇൽമിലേക്ക് അത് ഉപയോഗിക്കാൻ പറ്റും എന്നുകൂടി പഠിച്ചിട്ട് 15ാമത്തെ വയസ്സായപ്പോഴേക്ക് അദ്ദേഹം പറയുന്നത് 70,000. അധികം അറബികൾ 70,000 നിങ്ങൾ അങ്ങനെ കണക്കൂട്ടണ്ട, ധാരാളം എന്ന അർത്ഥത്തിന് ഉപയോഗിക്കും. ലക്ഷക്കണക്കിന് ഹദീസുകൾ ഇതിന് മുമ്പ് തന്നെ പഠിച്ചു എന്നാണ് അതിൻ്റെ സത്യം. ഞാൻ നേരെ കിതാബിൽ പറഞ്ഞു പറയാണ്, 70,000 ഈ അർത്ഥത്തിൽ പഠിച്ചു. ഇമാം ബുഖാരി താൻ പറഞ്ഞതാണ്. ആ കാലയളവിൽ തന്നെ ഈ 3 മദ്ഹബിൻ്റെയും ഹനഫി, വക്കീഅ്, ഇബ്നുൽ മുബാറക്, ഈ 3 മുജ്തഹിദ് മുത്ലഖുകളുടെ ലോകപ്രസിദ്ധമായ മദ്ഹബ് സംബന്ധമായ ഇൽമും ഞാൻ സ്വായത്തമാക്കിയിരുന്നു.
15 വയസ്സ് കഴിഞ്ഞതിന് ശേഷം 16-ാമത്തെ വയസ്സിൻ്റെ തുടക്കത്തിലാണ് തൻ്റെ ഖുറാസാൻ വിട്ട് ഇൽമു ശേഖരിക്കാൻ വേണ്ടി പുറത്തു പോയത്. അപ്പോൾ നമ്മൾ ഒറ്റ വാക്കിൽ 16-ാമത്തെ വയസ്സിലാണ് ഇമാം ബുഖാരി ഹദീസ് ശേഖരണത്തിന് ശ്രമിച്ചത് എന്നല്ല പറയേണ്ടത്. മറിച്ച് പുറത്തേക്ക്, തൻ്റെ രാഷ്ട്രമാവുന്ന ഖുറാസാനിൻ്റെ പുറത്തേക്ക് ഇൽമു തേടിക്കൊണ്ടുള്ള പുറപ്പാട് 16-ാമത്തെ വയസ്സിലാണ്. അതൊരു ഹജ്ജിൻ്റെ രൂപത്തിലായിരുന്നു പുറപ്പെട്ടത്. പ്രിയപ്പെട്ട ഉമ്മയും പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരനും താനും കൂടി തൻ്റെ 16-ാമത്തെ വയസ്സിൽ ഹിജ്റ 210 കൃത്യമായി പറഞ്ഞ ഹിജ്റ 210 ഹജ്ജ് ആവശ്യാർത്ഥം പുറപ്പെടുകയും ഹജ്ജ് കഴിഞ്ഞ് ഉമ്മയും ജ്യേഷ്ഠൻ അഹ്മദും തിരിച്ചു പോന്നു. മഹാനവറുകൾ അധികകാലം ജീവിച്ചിട്ടില്ല. ജ്യേഷ്ഠൻ അഹ്മദ് അധികകാലം ജീവിച്ചിട്ടില്ല. അദ്ദേഹം നാട്ടിലെത്തിയതിന് ശേഷം മരണപ്പെട്ടു. അതുകൊണ്ട് തന്നെ വിജ്ഞാനീയങ്ങളിലൊന്നും എടുത്തു പറയപ്പെടുന്ന ഒരു സ്ഥാനത്ത് അദ്ദേഹം ഇല്ല. അതിനുള്ള ആയുസ്സും സാഹചര്യവും ഒത്തിട്ടുണ്ടായിരിക്കില്ല. നേരത്തെ മരണപ്പെട്ടു പോയി. ഉമ്മയും ജ്യേഷ്ഠനും തിരിച്ചു പോയെങ്കിലും ഇൽമു ശേഖരിക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി മക്ക മദീന കേന്ദ്രമാക്കുക. കാരണം ലോകത്തുള്ള എല്ലാ ഉലമാക്കളും, ഹദീസുകൾ മാത്രമല്ല, എല്ലാ ഇൽമിൻ്റെ ശാഖയിലും വ്യക്തിമുദ്ര പതിച്ച പണ്ഡിതന്മാർ ഹജ്ജ് എന്ന ഉദ്ദേശത്തിൽ വരുമ്പോൾ രണ്ടാമത്തെ ഒരു ഉദ്ദേശം അവരുടെ കൂടെ ഉണ്ടാവും. എല്ലാവരുടെ കൂടെയും ഒന്ന്, താൻ പഠിച്ച് സ്വായത്തമാക്കാൻ അള്ളാഹു തൗഫീഖ് തന്ന ഈ മഹത്തായ ഇൽമ് ലോകത്തിൻ്റെ മശ്രിഖ് മഗ്രിബിടയിൽ നിന്നിട്ട് വരുന്ന ത്വാലിബുൽ ഇൽമുകളായ ഹുജ്ജാജ് ഉണ്ട്, അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. മറ്റൊന്ന്, നമുക്കിതുവരെ നേടാൻ പറ്റിയിട്ടില്ലാത്ത ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഉലമാക്കളിൽ ചിതറിക്കിടക്കുന്ന ഇൽമിൻ്റെ പ്രകാശധാര അവിടെ വെച്ച് സ്വായത്തമാക്കുക, ഇൽമ് പഠിക്കുക, ഇൽമ് പഠിപ്പിക്കുക. ഈ 2 ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു ഉലമാക്കളുടെ ഹജ്ജ് യാത്ര. അതുകൊണ്ട് തന്നെ മുസ്ലിം ലോകത്ത് മൊത്തം യാത്ര ചെയ്താൽ ലഭിക്കാവുന്നതിൻ്റെ ഒരു മിനി കോപ്പി മക്കയിലും മദീനയിലും ഹജ്ജ് വേളകളിൽ താമസിച്ചാൽ ലഭിക്കും. ഇതിനു വേണ്ടി അസാധ്യതത്വം വരും, ത്വലബത്തും വരും. 2 കൂട്ടർക്കും എളുപ്പത്തിൽ ഇൽമ് കൈമാറാനുള്ള ഒരു മാർഗമായിരുന്നു അത്. പരാഗണം നടത്തുക എന്ന് പറയാം. എന്താ പറഞ്ഞെങ്കിൽ തേൻ ശേഖരിക്കാൻ വേണ്ടി ഒരു പോകുന്ന കൂട്ടത്തിൽ പരാഗണം നടത്തലും ചെയ്യുന്നുണ്ട്. ഇവർക്ക് കിട്ടി അങ്ങോട്ട് കൊടുക്കുക, ഓലത് കിട്ടി ഇങ്ങോട്ട് കൊടുക്കുക. അങ്ങനെ ഉമ്മയും സഹോദരനും തിരിച്ചു പോകുന്നതിന് ശേഷം മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി മക്കയിലും മദീനയിലുമായി 2 കൊല്ലം താമസിച്ചു തുടർച്ചയായിട്ടോ. ഈ കാലയളവിൽ 2 കൊല്ലം കഴിഞ്ഞതിന് ശേഷം 6 വർഷം വരെ ഹിജാസിൽ താമസിച്ചിട്ടുണ്ട് എന്ന് ഇമാം ബുഖാരി പറഞ്ഞത് കാണാം. പക്ഷേ തുടർച്ചയായല്ല. മക്കയിൽ വരും, ഹുജ്ജാജിമാർ തിരിച്ചു പോയി കഴിഞ്ഞാൽ നേരെ ബസറയിൽ പോകും. ബസറയിലുള്ള അസാധ്യതത്തിൽ നിന്ന് ഇൽമു ശേഖരിക്കും. കൂഫയിൽ വരും, കൂഫയിലുള്ള അസാധ്യതത്തിൽ നിന്ന് ഇൽമു സ്വീകരിക്കും. ഇത് 2ൻ്റെയും ഇടയിലാണ് ഈ വാസിത്ത് അറിയുന്നത്. കൂഫൻ്റെയും ബസറിൻ്റെയും ഇടയിലുള്ള വട്ടമാണ് വാസിത്ത. വാസിത്തയിലും കൂഫയിലും ബസറയിലും പലപ്പോഴും തലസ്ഥാനമാവുന്ന ബഗ്ദാദിലും അവിടെയുള്ള അസാധ്യതത്തിൽ നിന്ന് ഇൽമു ശേഖരിക്കലാണ് പണി. ഹജ്ജ് വേളയെ വീണ്ടും പോവും മക്കത്തേക്ക്. അങ്ങനെ മക്കത്തും മദീനത്തും ആയി ഹജ്ജ് കാലം കഴിച്ചു കൂട്ടിക്കഴിഞ്ഞാൽ വീണ്ടും വരും ബസറയിലേക്ക്. ബസറയിൽ നിന്ന് വാസിത്തയിലേക്ക്, വാസിത്തിൽ നിന്നിട്ട് വീണ്ടും കൂഫയിലേക്ക്, കൂഫയിൽ നിന്നിട്ട് വീണ്ടും ബഗ്ദാദിലേക്ക്. അടുത്ത ഹജ്ജിനാവുമ്പോഴേക്ക് വീണ്ടും പോവും. അങ്ങനെ 6 വർഷക്കാലം ഇങ്ങനെ ചുറ്റിക്കറങ്ങി. ഹറമൈനി, കൂഫ, ബസറ, വാസിത്ത്, അതുപോലെ തന്നെ തലസ്ഥാനമാവുന്ന ബഗ്ദാദ്. ഈ കാലയളവിൻ്റെ ഉള്ളിലാണ് തൻ്റെ 18-ാമത്തെ വയസ്സിൻ്റെ തുടക്കത്തിൽ, ആദ്യം പറഞ്ഞ 2 കൊല്ലം അവിടെ താമസിച്ചു പറഞ്ഞാൽ, ഈ കാലഘട്ടത്തിൽ ഇമാം ബുഖാരി ആദ്യമായി രചിച്ചത് താബിയുകളുടെയും സ്വഹാബത്തിൻ്റെയും ഫതാവകളാണ്.
ആദ്യമായി ചെയ്തതാണ് ഫത്താവ സഹാബത്തി വത്താബിഈൻ. കാരണം എന്താ, സഹാബത്ത്, മുജ്തഹിദുകളായ സഹാബത്ത് ഖുർആനായത്ത് വ്യാഖ്യാനിച്ചു കൊണ്ടാണ് ഫത്വ കൊടുത്തിരിക്കുക. അതല്ലെങ്കിൽ ഹദീസ് വ്യാഖ്യാനിച്ചു കൊണ്ടായിരിക്കും ഫത്വ കൊടുക്കുക. ഈ ഫത്വ സമാഹരിച്ചെങ്കിലല്ലാതെ അഹ്ലുസുന്ന വൽ ജമാഅ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. വൽ ജമാഅ മനസ്സിലാക്കണമെങ്കിൽ സഹാബത്തിൻ്റെയും താബിഈകളുടെയും ഹുക്കുമുകളും ഫത്വകളും മനസ്സിലാക്കണം. അതിനു വേണ്ടി സഹാബത്തിൻ്റെ ഫത്താവകളും അഹ്കാമുകളും താബിഈകളുടെ ഫത്താവകളും അഹ്കാമുകളും ശേഖരിച്ചുകൊണ്ട് സ്വന്തമായൊരു കിതാബ് എഴുതി. അക്കൂട്ടത്തിൽ അതേ കാലഘട്ടത്തിൽ തന്നെയാണ് താരീഖുൽ ബുഖാരി, താരീഖുൽ കബീർ എഴുതാൻ തുടങ്ങുന്നത്. അത് മദീന ഷരീഫിൽ വെച്ചിട്ടാണ് തുടങ്ങുന്നത് താരീഖ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗദാ ഷരീഫിൻ്റെ തൊട്ടുമുറ്റത്തിരുന്ന് നിലാവുള്ള രാത്രികൾ അതിശക്തമായ കാഴ്ചയായിരുന്നു. 2 പ്രാവശ്യം കാഴ്ചക്ക് പ്രശ്നം വന്നിട്ടുണ്ട്. അതൊക്കെ ചരിത്രമാണ്. അത് നമ്മൾ ഇതിൽ നിന്ന് വഴിമാറിപ്പോവും. എന്നാൽ ഇവൻ സൂചിപ്പിക്കുക, നേരത്തെ ചെറുപ്പത്തിൽ രോഗം വന്ന് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി. ബാപ്പയോ നേരത്തെ മരണപ്പെട്ടു. കുട്ടിൻ്റെ കണ്ണിൻ്റെ കാഴ്ചയും കൂടി നഷ്ടപ്പെട്ടപ്പോൾ ഉമ്മാക്ക് താങ്ങാവുന്നതിനപ്പുറം സങ്കടമായി. അങ്ങനെ കരഞ്ഞ് തഹജ്ജുദിൻ്റെ സമയത്തും രാത്രി ഒറ്റപ്പെട്ട് ഇരുന്നു കൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിച്ച് ദുആ ചെയ്ത് ഒരു ദിവസം ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു. ഉമ്മ നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങളുടെ കുട്ടി അല്ലാഹു തആല അവൻ്റെ കാഴ്ച തിരിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് നോക്കും, കുട്ടീൻ്റെ കാഴ്ച നല്ല തെളിഞ്ഞ കാഴ്ച. പിന്നീട് ഇൽമ് തേടിക്കൊണ്ട് യാത്ര ചെയ്യുന്ന യാത്രയിൽ ഖുറാസാനിലെത്തിയപ്പോൾ കണ്ണിന് രോഗം ബാധിച്ചു. ഒരു പ്രത്യേകമായ ചെങ്കണ്ണ് രോഗം. ആ ചെങ്കണ്ണ് രോഗം ബാധിച്ച ആളുകൾക്ക് രണ്ടാമത് കാഴ്ച കിട്ടിയാൽ തന്നെ പഴയതുപോലെ സൂക്ഷ്മമായ കാഴ്ച കിട്ടൂല. അങ്ങനത്തെ രോഗം പിടിപെട്ട് വിഷമയല്ലോ. ഹദീസ് പഠിക്കല്ലേ, എഴുതിയിരിക്കല്ലേ, കാഴ്ച കുറഞ്ഞ ബുദ്ധിമുട്ടല്ലേ. മഹാനവറുകൾ അവിടെയുള്ളൊരു സൂഫിയായ മഹാനെ സമീപിച്ചു. തൻ്റെ സങ്കടം പറഞ്ഞപ്പോൾ ഒരു ഇല പറഞ്ഞു കൊടുത്ത്, ആ ഇല പറിച്ചിട്ട് അത് അരച്ചിട്ട് എൻ്റെ നീര് കണ്ണിൽ പരട്ടിയാൽ മതി, നിങ്ങളുടെ കാഴ്ചക്ക് ഇനി ഒരിക്കലും മരണം വരെ ഒരു മങ്ങലും വരില്ല എന്ന് ആ മഹാൻ പറയുകയും ആ ഇലയുടെ നീര് പിഴിഞ്ഞെടുത്ത് 2 കണ്ണിലും പരട്ടിയതിന് ശേഷം കണ്ണിന് കാഴ്ച തെളിഞ്ഞു എന്നല്ല, ഈ സംഭവം പറയുന്നിടത്താണ് മദീനയിൽ റൗദാ ഷരീഫിൻ്റെ പുറത്ത് മുറ്റത്തിരുന്ന് നിലാവുള്ള രാത്രികളിലാണ് താരീഖുൽ കബീറിൻ്റെ വലിയൊരു ഭാഗവും എഴുതി, വിളക്കില്ലാതെ നിലാവിൻ്റെ വെളിച്ചത്തിൽ ചെറിയ അക്ഷരങ്ങൾ എഴുതി കാണുക. എത്ര സൂക്ഷ്മമായ കാഴ്ച വേണം, അത്ര കാഴ്ച ചെയ്യുന്നു. അങ്ങനെ റൗദാ ഷരീഫിൻ്റെ സമീപത്ത് വെച്ചും പകൽ സമയങ്ങളിൽ തിരക്കില്ലാത്തപ്പോൾ റൗദാ ഷരീഫിൻ്റെ ഉള്ളിൽ വെച്ചും ബാക്കി സമയത്ത് തൻ്റെ താമസ സ്ഥലത്ത് വെച്ചിട്ടും എവിടെയും ആരുടെയും ഔദാര്യത്തിന് വേണ്ടി ഇമാം ബുഖാരി തങ്ങൾ താമസിച്ചിട്ടില്ല. എവിടെ ചെന്നാലും ഫുന്തുക്ക് വാടകയ്ക്ക് എടുത്തിട്ട് ആ ഫുന്തുക്കിലാണ്. ഇന്ന് മദീനത്ത് പോയവർക്കറിയാം, മസ്ജിദ് നബവിയുടെ അല്പം അകലെയായിട്ട് ഇമാം ബുഖാരിയുടെ പേരിൽ ഒരു പള്ളിയുണ്ട്. ഇപ്പോഴും ഉണ്ട് പള്ളി, പക്ഷേ ഇപ്പം അതിലൊക്കെ ഉപയോഗം അടച്ചിട്ടാണ്. നല്ല പള്ളിയാണ്. ഇത് പള്ളി യഥാർത്ഥത്തിൽ ബുഖാരി ഇമാമിൻ്റെ പേര് വന്ന് മഹാനവറുകൾ ഈ ഇൽമു ശേഖരിച്ചുകൊണ്ട് 2 കൊല്ലം അവിടെ താമസിച്ചപ്പോൾ താൻ താമസിച്ചിരുന്ന വീടായിരുന്നത്. വാടക എടുത്തിട്ട്, വീട്ടിൽ വാടക എടുത്തിട്ട് സ്വന്തം ചെലവിലാണ് ജീവിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുണ്ടാകും. പിന്നെ ഇടയ്ക്ക് വരേണ്ടതാണ്, യാദർച്ഛികമായി സംഭവിച്ചാൽ അത് ആർക്കും വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, അസ്സഫറു ഖിത്അത്തും മിനൽ അദാബ്. എല്ലാ സൗകര്യമുള്ള ഏത് മഹാചക്രവർത്തിയാണെങ്കിലും അപ്രതീക്ഷിതമായി എന്തെങ്കിലുമൊക്കെ പ്രതികൂല സാഹചര്യത്തിൽ ഒന്ന് കഷ്ടപ്പെടും. അങ്ങനെ ഇമാം ബുഖാരി തങ്ങൾക്കും ചില ബുദ്ധിമുട്ടുകളൊക്കെ വന്ന് മരത്തിൻ്റെ ഇലകൾ പറിച്ച് ഭക്ഷിക്കേണ്ട അവസ്ഥ വരെ വന്നിട്ടുണ്ടെന്ന് ഇമാം ബുഖാരി തന്നെ വരുന്നു. അതെങ്ങനെ? കാശ് കൊള്ളയടിക്കപ്പെട്ടു പോയിട്ട് അടുത്ത ഗഡു പൈസ കിട്ടേണ്ട ടൈം ആയിട്ടില്ല, കയ്യിലുള്ള കാശ് കൈമോശം വന്നുപോയി. ഒരു മനുഷ്യനോട് തൻ്റെ ഈ വിഷമം പറയാൻ തൻ്റെ അഭിമാനം, ആ ഇസ്സത്തുൻ നഫ്സ് സമ്മതിക്കാതെ ഇല പറിച്ച് ഭക്ഷിച്ചു 3 ദിവസം. വെള്ളം കുടിക്കും, പച്ചിലകൾ പുറത്ത് ഭക്ഷിക്കും. 3-ാം ദിവസമായപ്പോൾ
ഞാനതിന് മുമ്പ് കണ്ടിട്ടില്ലാത്ത, എനിക്കൊരിക്കലും മുമ്പ് പരിചയപ്പെട്ടിട്ടില്ലാത്ത ഒരാൾ വന്ന് ചെറിയൊരു കീസ്, ഒരു സുറ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ഇത് നിങ്ങളെ ചെലവിലേക്കാണ്. അതിൽ നല്ലൊരു സംഖ്യ ദിർഹമായിട്ടുണ്ടായിരുന്നു. അടുത്ത ഗഡു തൻ്റെ കാശ് വരാനാവുന്നത് വരെ ജീവിച്ചു. ഇങ്ങനെ അതുപോലെ തന്നെ ഒരു കപ്പൽ യാത്രയിൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായി. കപ്പൽ എൽമേടിക്കൊണ്ട് കപ്പലിൽ യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു മനുഷ്യൻ ഇമാമിനോട് വലിയ ബഹുമാനം കാണിച്ച് എന്തൊരു ആദരവും സ്നേഹവും അവിടുത്തെ ഹിദ്മത്തിനായിട്ടാണ് കൂടി. ഏതോ നല്ല മുഹദ്ദിസീങ്ങൾ ഇമാമിങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളേക്കുന്നുള്ളവർക്ക് അടുത്ത് കൂട്ടിയും ചെയ്ത്. അങ്ങനെ എങ്ങനെ നിങ്ങളെ അവസ്ഥ എന്താ, സാമ്പത്തികമായിട്ട് നിങ്ങളെ കയ്യിൽ എന്താ ബുദ്ധിമുട്ടുണ്ടോ, അല്ല പൈസ ഉണ്ടോ കയ്യിൽ? അപ്പോൾ അടുത്ത സ്നേഹിതനും ഹാദിമുമായി മാറിയില്ലേ, വിശ്വസിച്ചു പോയി. വിശ്വസിൽ പറഞ്ഞ് 1000 ദീനാർ എൻ്റെ കയ്യിലുണ്ട്. തന്നെ 1000 ദീനാറുണ്ടോ? 1000 ദീനാർ തന്നെ സ്വർണ്ണ ആണയല്ലേ? 1000 ദീനാറുണ്ട് നിങ്ങളെ കയ്യിലല്ലേ? എവിടെ വെച്ച്? അത് ഇന്ന പെട്ടിയിലുണ്ട്. പെട്ടിയിൽ അങ്ങനെ ഇട്ടിക്കുക അല്ലേ? ഒരു നിശ്ചിത ഒരു കളറിലുള്ള ഒരു സഞ്ചി തുന്നിയിട്ട് ആ സഞ്ചിൻ്റെ അകത്ത് വെച്ചിട്ട് ഇന്ന പെട്ടിയിലുണ്ട്. ഒന്നും പറഞ്ഞില്ല. അത് കഴിഞ്ഞ് ഇയാളെന്താക്കി, പിറ്റേന്ന് രാവിലെ ഈ ഹാദിമായി അഭിനയിച്ച ഈ കള്ളൻ ഇവനെന്ത് പറഞ്ഞു, രാവിലെ സുബൈക്ക് എല്ലാവരും എഴുന്നേറ്റ് കൂട്ടത്തിൽ ഇവൻ എഴുന്നേറ്റിട്ട് കരയാൻ തുടങ്ങി. അയ്യോ പടച്ചോനെ, റബ്ബേ തമ്പുരാനെ, എന്താ ഞാൻ കാട്ടുക, ഞാൻ എന്താ ആകുക, വിഷമിച്ചു പോയല്ലോ അല്ലാ, ബുദ്ധിമുട്ടിയല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇയാൾ സങ്കടപ്പെടുന്നു. ആളുകളൊക്കെ കൂടി എന്ത് എൻ്റെ കയ്യിൽ 1000 ദീനാറുണ്ടായിരുന്നു. എന്നിട്ട് രാവിലെ കാണാനില്ല. എന്തെങ്കിലും പറയാം, അല്ല 1000 ദീനാറുണ്ട്. ആ പറഞ്ഞ ഇമാമ പറയാം, ആ കളറിലുള്ള ഒരു കീസിൽ കെട്ടിയിട്ടുണ്ട്. 1000 ദീനാറ് കണക്കാണ്. ഇതിലാരും വരും, കപ്പലാകുമ്പോൾ പുറത്തുനിന്ന് ആരും വരില്ലല്ലോ, ആടലുണ്ടാകുക. ഇവർ തരാൻ തുടങ്ങി. അന്വേഷിച്ചാൽ കിട്ടും, ആരടുത്ത് നിന്ന് കിട്ടും? ഇമാം ബുഖാരി തങ്ങളുടെ അടുത്ത് നിന്ന് കിട്ടും. കിട്ടിയാൽ ഇയാൾ പറഞ്ഞ കൃത്യസംഖ്യമാണ്, അയാൾ പറഞ്ഞ അതേ കളറുള്ള കൃത്യം കീസുമാണ്. സ്വാഭാവികമായിട്ടും എന്ത് വരും? ഇമാമ് കള്ളനാവും. ഈ കാശ് പോണതിൽ ഒരു പ്രശ്നമില്ല. ഈ കാശ് പോയി മുസ്ലിം ലോകത്ത് താൻ നേടിയെടുത്ത ഇൽമിൻ്റെ അംഗീകാരവും ആദരവും നഷ്ടപ്പെട്ട് എൻ്റെ ഈ ജീവിതം തന്നെ പാഴായിപ്പോവും. ഈ അധ്വാനം മുഴുവൻ കള്ളെന്നുള്ള പേരെന്നാൽ പിന്നെ ആരാണ് സ്വീകരിക്കുക, വിശ്വസിക്കുക? മഹാനവറുകൾ എന്തു ചെയ്തു? ആളുകൾ ഓരോരുത്തരെങ്ങനെ പരിശോധിച്ചു കൊണ്ടുവരുമ്പോൾ അധികം താമസിയാതെ എൻ്റെ പെട്ടി പരിശോധിക്കും എന്ന അവസ്ഥ വന്നപ്പോൾ എല്ലാ പെട്ടി തുറന്നിട്ട് ഈ 1000 സ്വർണ്ണ നാണയമുള്ള കീസെടുത്ത് ആരെയും ശ്രദ്ധയിൽപ്പെടാതെ കടലിലേക്ക് ഇട്ടു. പരിശോധന ഇങ്ങനെ ഒന്ന് ഇമാമിനെയും പരിശോധിച്ചു, ദേഹപരിശോധന നടത്തി, പെട്ടികളൊക്കെ പരിശോധിച്ചു, ഒന്നുമില്ല. അപ്പം ഈ കള്ളനറിയാം ഇമാമ് കളവെന്തായാലും പറയില്ല. ഇപ്പം പൈസ ഇല്ല എന്നുള്ള ഉറച്ചും ചെയ്ത് അന്നേരമൊന്നും മിണ്ടിയില്ല. എല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം എന്തു പറഞ്ഞു? കപ്പലിറങ്ങി പോകുമ്പോൾ ചോദിച്ചല്ലാന്ന്, നിങ്ങൾ എന്തേ ചെയ്തത്? എന്ത് ചെയ്ത്? നിങ്ങൾ എന്നോട് പറഞ്ഞ സത്യമാണല്ലോ, ആ കീസിൽ 1000 പൊന്നുണ്ട് എന്നിട്ട് നോക്കിയിട്ട് കണ്ടില്ലല്ലോ, എന്താ ചെയ്ത്? അത് മോനെ, ഞാൻ ഈ ജീവിച്ച ലോകത്ത് നേടിയെടുത്ത ഇൽമിൻ്റെ വിശ്വാസ്യത നിസ്സാരമായ 1000 സ്വർണ്ണ നാണയത്തിന് വേണ്ടി നഷ്ടപ്പെട്ടുകൂടാ എന്ന് എനിക്ക് നിർബന്ധമുള്ളത് കൊണ്ട് ഞാനതെടുത്ത് കടലിലേക്ക് ഇട്ടു. അമാനത്തിന് വേണ്ടിയിട്ടാണ്. 1000 ഉറുപ്പ്യല്ല, 1000 സ്വർണ്ണ നാണയം അങ്ങനെ തന്നെ വെള്ളത്തിലിട്ട്. ഇങ്ങനെയൊക്കെ ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അത് ചരിത്രമല്ലല്ലോ നമ്മളെ ഉദ്ദേശം. അങ്ങനെ പറഞ്ഞാൽ പിന്നെ കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ കുറേ ചെന്നപ്പോൾ തീരത്തുകൂടെ നടന്നു പോവും, തൻ്റെ കീസ് കടിച്ചു പിടിച്ചുകൊണ്ടൊരു മത്സ്യം കരക്ക് പൊന്തി വന്നെന്നും തൻ്റെ കീസയുടെ ലക്ഷണം കണ്ടപ്പോൾ തൻ്റെ തന്നെ എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ട് അത് ആ മത്സ്യത്തിൽ നിന്നിട്ട് പിടിച്ചു വാങ്ങുകയും തുറന്നു നോക്കുമ്പോൾ തൻ്റെ കൃത്യമായ 1000 ദീനാറുണ്ടായിരുന്നു എന്നൊക്കെ ചരിത്രമുണ്ട്. അതിൻ്റെ വിഷയമല്ല. ഇപ്പം നമ്മൾ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നതൊഴിച്ചാൽ ഈ 16 വയസ്സ് മുതൽക്ക് അല്ലെങ്കിൽ 18 വയസ്സിൻ്റെ മുമ്പ് ആകുമ്പോഴേക്ക് താരീഖുൽ കബീർ എഴുതി തീർത്തു. സഹാബത്തിൻ്റെയും താബീങ്ങളുടെയും
ഹുക്കുമുകളും ഫത്വകളും ശേഖരിച്ച് കിതാബെഴുതി. പിന്നീട് ഹറമിൽ വെച്ച് തുടങ്ങിയ സഹീഹ് അത് പക്ഷേ 15 കൊല്ലത്തിലധികം എടുത്തുകൊണ്ടാണ് പൂർത്തിയാക്കിയത്. അതൊരു പ്രത്യേകം ഒരു സ്ഥലത്ത് വെച്ചല്ല. മദീനയിൽ നിന്ന് എഴുതിയുണ്ട്, മക്ക ഷരീഫിൽ നിന്ന് എഴുതിയതുണ്ട്, റൗളൻ കകത്തിരുന്ന് എഴുതിയതുണ്ട്. ഇങ്ങനെ താൻ യാത്ര ചെയ്യുന്ന വിവിധ പട്ടണങ്ങളിൽ വെച്ച് സാഹചര്യത്തിനനുസരിച്ച് കൊല്ലങ്ങളെ കൊണ്ടാണ് സഹീഹുൽ ബുഖാരി ജമ്മു ചെയ്തത്. അതല്ലല്ലോ ഇപ്പോൾ നമ്മുടെ വിഷയം. മഹാനവറുടെ അന്വേഷണ യാത്ര 18ാമത്തെ വയസ്സ് കഴിഞ്ഞ് വീണ്ടും ഈ കറക്കം തന്നെ 2 കൊല്ലം കാര്യമായി എവിടെയും പോകാതെ മക്കയിലും മദീനയിലും ഇരുന്ന് ആ ഘട്ടത്തിൽ ഈ 2 കിതാബുകളും എഴുതി വീണ്ടും ഈ യാത്ര തുടർന്നു. അതാണ് നേരത്തെ പറഞ്ഞ മക്ക, മദീന, ബസറ, വാസിത്ത്, കൂഫ, ബാഗ്ദാദ്, വീണ്ടും മക്ക, മദീന, ഇങ്ങനെ ഈ കറക്കം അങ്ങനെ 5ഓ 6ഓ പ്രാവശ്യം ഈ പട്ടണങ്ങളിലൊക്കെ ആവർത്തിച്ച് പോയിട്ടുണ്ട്. 2 ലക്ഷ്യമായിരുന്നു ഇതിനൊക്കെ. ഇൽമ് ശേഖരിക്കൽ മാത്രമായിരുന്നില്ല. ഇത്രയും കാലമായപ്പോഴേക്കന്നെ മുഹദ്ദിസുകളുടെ ഇടയിൽ മുഴുവനും ഒരു അസാധാരണ വ്യക്തിത്വം ഉൾക്കൊള്ളുന്ന ഒരു പ്രത്യേക കുട്ടിയാണ് ഈ മുതഅല്ലിം എന്ന് പ്രസിദ്ധമാവുകയും ഒരിക്കൽ തൻ്റെ ഗുരുക്കന്മാരിൽപ്പെട്ട ഷേഖന്മാരിൽപ്പെട്ട ഒരു ഷേഖ് തൻ്റെ അസ്ലാവുന്ന കിതാബ് എടുത്തു കൊടുത്തുകൊണ്ട് പറയാണ്, മുഹമ്മദേ ഇത് ഈ ഒരു വട്ടം വായിച്ച് ഒന്ന് ശരിത്തരണം. അതായത് എവിടെയെങ്കിലും കെലിമത്തുകളോ അസാതിരത്തിൻ്റെ പേരോ അല്ലെങ്കിൽ അവരുടെ നിസ്ബയോ നസബോ വിട്ടുപോവുകയോ മാറിപ്പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് തസ്ഹീഹ് ചെയ്തു തരണം എന്ന് പറഞ്ഞ് തനിക്ക് സ്വന്തം ഹദീസ് പഠിപ്പിച്ച ഉസ്താദ്, മഹാനവർ 18 വയസ്സായ സമയത്താണ് ഉസ്താദ് തൻ്റെ കിതാബ് തസ്ഹീഹ് ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് വേണ്ട 11ാമത്തെ വയസ്സിൽ സ്വന്തം നാട്ടിൽ നിന്ന് ദാഹിരി എന്ന പേരിൽ അറിയപ്പെടുന്ന ബുഖാറയിലുണ്ടായിരുന്ന വലിയൊരു മുഹദ്ദിസ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ആദ്യം ഓതാൻ പോകാൻ തുടങ്ങി. 10ാമത്തെ വയസ്സിൽ ഓതാൻ പോയി. 11ാമത്തെ വയസ്സിൽ ഒരിക്കൽ മഹാനവറുകളുടെ ഹദീസ് റിവായത്ത് ചെയ്യാൻ, ഹദസനാ സുഫിയാനു അൻ അബി അംദിൻ അൻ ഇബ്രാഹിം. തെറ്റാണ്. ബുഖാറയിൽ അറിയപ്പെട്ട മുഹദ്ദിസ് ദാഖിലി ഹദീസിൻ്റെ സനദ് ഉദ്ധരിച്ചിട്ടേ ഉള്ളൂ. 11 വയസ്സ് മാത്രമായി ഇമാം ബുഖാരി പറഞ്ഞു ശരിയല്ല, ആ സനദ് ശരിയല്ല. സ്വാഭാവികമായിട്ടും സ്ഥാനേശം പിടിക്കുമല്ലോ. 11 വയസ്സായ ഒരു കുട്ടി ഉസ്താദ് പറഞ്ഞ സനദ് റദ്ദ് ചെയ്യാണ്. അങ്ങനെ റിവായത്തില്ല എന്നാണ്. ദേഷ്യം പിടിച്ചവൻ പറഞ്ഞു, നിങ്ങൾ എന്നോട് ദേഷ്യം പിടിക്കണ്ട, നിങ്ങൾ ഉസ്താദിൽ നിന്ന് റിവായത്ത് ചെയ്ത് അസലില്ലേ, അസലെടുത്ത് നോക്കിയാണ്. അപ്പം ഇഫുദെന്നാ പറഞ്ഞു കൊടുക്കണേ. ഉടനെ അവിടെ നിർത്തിവെച്ച് റൂമിൽ പോയി ഉസ്താദിൽ നിന്നിട്ട് നേരിട്ട് റിവായത്ത് ചെയ്ത അസല് നോക്കി തിരിച്ചു വന്നു. എന്നാ എങ്ങനെയുള്ളത് എന്ന് ചോദിച്ചു. ഏത് ഉസ്താദ് ഇങ്ങോട്ട് ചോദിക്കാണ്. ശരിയല്ല എന്നല്ലേ ജി പറഞ്ഞ്. ഞാൻ നോക്കി, എന്നാ എങ്ങനെയുള്ളത്? ഹദസനാ സുഫിയാനു അൻ അംദിൻ അൻ ഇബ്രാഹിം. അൻ അബി അംർ എന്നാ നേരത്തെ പറഞ്ഞത്. അൻ അബി അംർ എന്നാ നേരത്തെ പറഞ്ഞത്. തിരിച്ചു കൊടുത്തപ്പോൾ എന്തായി? അൻ അംദിൻ അൻ ഇബ്രാഹിമാണ്. അത് അൻ അബി അംർ അൻ ഇബ്രാഹിം എന്നായി. അബു അംർ വേറെ, അംർ വേറെ. ഉസ്താദ് കുട്ടിയോട് പേന വാങ്ങി അബി അംർ തിരുത്തി അൻ അംറിൻ എന്നാക്കി. അത് 11 വയസ്സാവുമ്പോഴാണ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് 15ാമത്തെ വയസ്സിൽ മക്കയിൽ പോയതിൻ്റെ ശേഷം പിന്നെ ഏതാണ്ട് തൻ്റെ വഫാത്തോടടുത്ത കാലം വരെ നിരന്തരം യാത്രയാണ്. ഈ 2 ലക്ഷ്യത്തോടു കൂടി, 1 പഠിക്കുക, 2 പഠിപ്പിക്കുക. ഓരോ നാട്ടിലുള്ള അസാധ്യതത്തിൽ നിന്ന്
മുമ്പ് ലഭിച്ചിട്ടില്ലാത്ത ഇൽമ് പഠിക്കുക. ആ നാട്ടുകാർക്ക് അന്നാട്ടുകാരായ മശായിഖന്മാരിൽ നിന്നിട്ട് ലഭിച്ചിട്ടില്ലാത്ത അത്യപൂർവമായ ഹദീസുകൾ പഠിപ്പിച്ചു കൊടുക്കുക. ഒരിക്കൽ ബസറേ കയറിയിട്ട് ഈ യാത്രയിൽ അന്നോക്ക് പ്രസിദ്ധനായിന് 20 വയസ്സായിട്ടുള്ളൂ. മുഹമ്മദ് ഇസ്മായിൽ വരുന്നുണ്ട് എന്ന് കേട്ടപ്പം ബസറക്കാരായ ആയിരക്കണക്കിന് ഉലമാവും ത്വാലിബീങ്ങളുമായ പണ്ഡിത സമൂഹം അവിടെ ഒരുമിച്ച് കൂടി. അവർ പറഞ്ഞ് ഹദീസൂന ഹദീസ് പറഞ്ഞു തരണം. അതിൽ വലിയ മശായിഖന്മാരുണ്ട്, മഹാനവറുകൾ നേരത്തെ ഹദീസ് റിവായത്ത് ചെയ്ത ഷേഖന്മാർ ഉൾപ്പെടെ ഉണ്ട്. അവിടെ നിന്ന് പറഞ്ഞേ, ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു വിരുന്ന് തരാനാണ് ആഗ്രഹിക്കുന്നത്. അതെന്താണെന്നറിയോ? ഈ ബസറക്കാരായ മശായിഖന്മാരിൽ നിന്നിട്ടും ഞാൻ നേടിയ ഇൽമ് നിങ്ങൾ ഒരാളുടെ കയ്യിലുമില്ലാത്തത്. ബസറക്കാരായ മശായിഖന്മാരിൽ നിന്നിട്ടും ഞാൻ ശേഖരിച്ച ഹദീസിൽ നിന്ന് ഈ കൂടിയ നിങ്ങളെ ഒരാളുടെയും കയ്യിലില്ലാത്ത ബസരി ഹദീസ് ഞാൻ പറയാം. അങ്ങനെ ആ ഇരുന്ന ഇരിപ്പിൽ സനദ് സഹിതം 1000 ഹദീസ് ഒരു മജ്ലിസിൽ പറഞ്ഞു. ഓരോ ഹദീസും പറയുമ്പം ഈ ഹദീസ് ബസരിയാണ്. ബസറയിൽ നിന്നിട്ടാണ് മറ്റുള്ളവരെ റിവായത്ത് ചെയ്തു പോകുന്നത്. പക്ഷേ ബസറക്കാരാവുന്ന നിങ്ങളടുക്കൽ അതില്ലല്ലോ. അവിടുത്തെ മശായിഖന്മാരുടെ അടുത്തോളം ത്വാലിബിൻ്റെ അടുക്കൽ ത്വലബത്തിൻ്റെ അടുക്കലും ഇല്ലാത്ത ബസറയിൽ നിന്ന് റിവായത്ത് ചെയ്ത 1000 ഹദീസ് ഒറ്റ മജ്ലിസിലിരുന്ന് പറഞ്ഞു. അങ്ങനെ പഠിക്കുക, പഠിപ്പിക്കുക, വീണ്ടും പഠിക്കുക, പഠിപ്പിക്കുക, ഈ ലക്ഷ്യത്തോടു കൂടി മഹാനവറുകൾ ഒറ്റ റൗണ്ട് ചെയ്ത യാത്ര ഞാൻ ചെറുതായിട്ടൊന്ന് വായിക്കാം. ബുഖാറയിൽ നിന്ന് നേരത്തെ പറഞ്ഞു തന്നെ ബൽഖയിലേക്ക് 599 കിലോമീറ്റർ യാത്ര ചെയ്തപ്പോൾ ബൽഖിൽ നിന്ന് മർവിലേക്ക് 792 കിലോമീറ്ററും മർവിൽ നിന്ന് നെയ്സാബൂരിലേക്ക് അടുത്താണ് 136 കിലോമീറ്ററും നെയ്സാബൂരിൽ നിന്ന് റയ്യിലേക്ക് 757 കിലോമീറ്ററും റയ്യിൽ നിന്നിട്ട് വാസിത്തിലേക്ക് 364 കിലോമീറ്ററും ബസറ കൂഫൻ്റെ ഇടയിൽ 396 കിലോമീറ്റർ. അത് എത്ര വട്ടാ പോയതെന്ന് പറയാൻ കഴിയില്ല എന്നാണ്. 10ഉം അതിലധികവും പ്രാവശ്യം ഈ പട്ടണങ്ങൾക്കിടയിൽ സഞ്ചരിച്ചിട്ടുണ്ട്. കാരണം സ്വഹാബത്തിൽ ഏറ്റവും കൂടുതൽ താമസമാക്കിയതും അവരുടെ ശിഷ്യന്മാരാവുന്ന താബീങ്ങളും താബീങ്ങളും ഉലമ ഏറ്റവും കൂടുതലുള്ള പ്രദേശം അതായിരുന്നു. പൊതുവിൽ ഇസ്ലാമിൻ്റെ തലസ്ഥാനമായതുകൊണ്ട് തന്നെ അബ്ബാസി ഖിലാഫത്തിൻ്റെ തലസ്ഥാനം ബഗ്ദാദായിരുന്നല്ലോ. അത് കൂഫയും ബസറയും വാസത്തെയും ഉൾക്കൊള്ളുന്ന ഈ പ്രദേശം 10ലധികം പ്രാവശ്യം ഓരോ പട്ടണത്തിലും കയറിയിറങ്ങിയ അതിന് എത്ര വട്ടൻ്റെ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് പറയാൻ കഴിയില്ല, മൊത്തം ദൂരാണ് പറയുന്നത്. പിന്നെ ബസറയിൽ നിന്ന് കൂഫയിലേക്ക് 396, കൂഫയിൽ നിന്ന് ബഗ്ദാദിലേക്ക് 164, ബഗ്ദാദിൽ നിന്നിട്ട് നേരെ മദീന മുനവ്വറയിലേക്ക് 1524 കിലോമീറ്റർ, മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഇപ്പോൾ ഏകദേശം 432 കിലോമീറ്റർ, മക്കയിൽ നിന്ന് ജിദ്ദയിലേക്കുള്ള ഏകദേശം 70 കിലോമീറ്റർ, ജിദ്ദയിൽ നിന്നിട്ട് ബഹ്റ എന്ന് പറയുന്ന ഐദാബിലേക്ക് 130 കിലോമീറ്റർ, ഐദാബിൽ നിന്നിട്ട് ഫുസ്താത്തിലേക്ക് 1073 കിലോമീറ്റർ, ഫുസ്താത്തിൽ നിന്നിട്ട് അസ്കലാനിലേക്ക്, ഇന്നത്തെ നമ്മളെ ദീപ്പെട്ടെ ഫലസ്തീനിൽപ്പെട്ടെ അസ്കലാനിലേക്ക് 500 കിലോമീറ്റർ, അസ്കലാനിൽ നിന്ന് കൈസാരിയയിലേക്ക് 118 കിലോമീറ്റർ, കൈസാരിയയിൽ നിന്ന് ഡമസ്കസിലേക്ക് 400 കിലോമീറ്റർ, പിന്നെ ഡമസ്കസിൽ നിന്നിട്ട് തിരിച്ച് ബഗ്ദാദിലേക്ക് 913 കിലോമീറ്റർ. ഒരു വട്ടം അങ്ങോട്ട് പോയി തിരിച്ച് ഇങ്ങോട്ട് വന്ന ഒറ്റ കൂട്ടൽ കൂട്ടിയാൽ ഒരു ഭാഗത്തേക്ക് മാത്രം 13,900 കിലോമീറ്റർ ഒരൊറ്റ റൗണ്ടിന്. പിന്നെ അതിൻ്റെ ഇടയ്ക്കുള്ള ആവർത്തിച്ചിട്ടുള്ള റൗണ്ടുകൾ നോക്കിയാൽ ഈ ഒട്ടകപ്പുറത്ത് കയറി യാത്ര ചെയ്ത് വാഹനം ലഭിക്കാത്തപ്പോൾ കാൽനടയായി യാത്ര ചെയ്ത് 10,000 കിലോമീറ്ററുകൾ അന്ന് സഞ്ചരിച്ച്. ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ആ കണക്കിന് യാത്രയല്ല. ഇന്ന് നമുക്ക് വീട്ടിലിരിക്കുന്നതിലും സൗകര്യത്തിലാണ് യാത്ര. അത് മഞ്ഞും വെയിലും കാറ്റും മണലും തീക്കാറ്റും പൊടിക്കാറ്റും സഹിച്ച് ഈ ഒട്ടകപ്പുറത്തിരുന്നു കൊണ്ടുള്ള ഈ യാത്രയിലൂടെ മഹാനവറുകൾ
ഏകദേശം 15ഓളം കൊല്ലം അധ്വാനിച്ചിട്ട് ശേഖരിച്ച സഹീഹ് ഈ അന്വേഷണ കാലഘട്ടത്തിലൊക്കെ എന്തിനാണ് ഈ ചുറ്റി സഞ്ചരിക്കുന്നത്? അതിന് ഒരു ഹിക്മത്തോടിനോട് പറഞ്ഞാൽ നിർത്തുക. ചുറ്റി സഞ്ചരിക്കുന്നതിന് പ്രധാന കാരണം ഒരു നാട്ടിൽ സഹാബാക്കൾ ചെയ്ത ഫത്വയും ഈ ഹദീസും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുക. അതേ ഹദീസ് അടുത്ത പട്ടണത്തിലുള്ള സഹാബി എങ്ങനെയാണ് ഹദീസിനെ വിലയിരുത്തിയതും ഫത്വ ചെയ്തതും എന്നത് നോക്കുക. അങ്ങനെ രണ്ട് നാട്ടിലുള്ള സഹാബത്തുകളുടെ ഫത്വ തമ്മിലുള്ള വ്യത്യാസം, ഈ വ്യത്യാസം വരാനുള്ള കാരണം എന്താണെന്ന് പഠിക്കുക. ഒരു മുജ്തഹിദിൻ്റെ എല്ലാ ഡ്യൂട്ടിയും നിർവഹിച്ച ആളാണ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി. പക്ഷേ മുത്തലഖ് മുജ്തഹിദ് മുന്തസിബാണ്. മുത്തലഖ് മുജ്തഹിദ് തന്നെ നിങ്ങൾക്കറിയാലോ, ഉസൂലുൽ നമ്മൾ വെറും നമ്മൾ ഷാഫിയാണ് ഹനഫിയാണ് എന്ന് പറയുമ്പോൾ ഒരു മദ്ഹബുകാരനായിട്ട് എണ്ണാൻ പറ്റില്ല. എന്നാൽ അസ്ഹാബു ഷാഫിയത്തിൽ എണ്ണപ്പെട്ട റിജാലിൽ ബഹുമാനപ്പെട്ട ഇമാം സുബുക്കി തങ്ങൾ എണ്ണിയിട്ടുണ്ട്. അത് ശരിയുമാണ്. കാരണം ഉസൂലിൽ ഇമാം ബുഖാരി തങ്ങൾ പിന്തുടർന്നത് മഹാനായ ഇമാം ഷാഫി തങ്ങളുടെ ഉസൂലാണ്. അതുകൊണ്ട് തന്നെ അസ്ഹാബു ഷാഫിയത്തിൽ എണ്ണാം. ഒരു മദ്ഹബിലും സ്വന്തമായി നമ്മളെപ്പോലെ തഖ്ലീദ് ചെയ്ത ഒരു മദ്ഹബുകാരനുമല്ല. ഷാഫിയും അല്ല, ഹനഫിയും അല്ല, മാലിക്കിയും അല്ല, ഹംബലിയും അല്ല. എന്നാൽ ഷാഫി ഹനഫി പോലെയുള്ള ഒരു മുത്തലഖായ മദ്ഹബിൻ്റെ ഇമാമുമല്ല. മറിച്ച് അസ്ഹാബു ഷാഫിയത്തിലെ ഇമാം ബുവൈത്തിയെ പോലെ, അതുപോലെ തന്നെ അസ്ഹാബിൽപ്പെട്ട മുജ്തഹിദീങ്ങളുണ്ടല്ലോ എന്നതുപോലെ ഇമാമിലേക്ക് നിസ്ബ ചെയ്തുകൊണ്ട് ഇമാമിൻ്റെ ഉസൂൽ അംഗീകരിക്കുമ്പോൾ തന്നെ ഇജ്തിഹാദ് ഇമ്മത്ത് മുജ്തഹിദുകൾ ചെയ്തതുപോലെ ഇജ്തിഹാദ് ചെയ്ത ഉസൂലൊത്തതുകൊണ്ട് ഷാഫിയിലേക്ക് ഇന്തിസാബ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇമാം. ഇതിനുള്ള യോഗ്യത ഈ കാലഘട്ടത്തിനുള്ളിൽ എത്ര ലക്ഷം ഹദീസാണ് ഇമാം ബുഖാരി ശേഖരിച്ചതെന്ന് കൃത്യമായി നമുക്ക് പറയാൻ കഴിയില്ല. ഏതായാലും 1.5 മില്യൺ ഹദീസ് പിഴവില്ലാതെ ആദ്യവസാനം സനദ് സഹിതം ഹിഫ്ളുണ്ടായിരുന്നു ഇമാം ബുഖാരിക്ക്. ആദ്യന്തം സനദ് സഹിതം 1.5 മില്യൺ 15 ലക്ഷം ഹദീസ് ഹിഫ്ളുണ്ടായിരുന്നു ഇമാം ബുഖാരി തങ്ങൾക്ക്. എന്നാ ഹദീസൊക്കെ കൂടെ അതിൻ്റെ വേണ്ടി വിഷയമല്ല, സമയം കഴിഞ്ഞു ചെയ്തത് അത് വിഷയമല്ല. ഹദീസൊന്നും പോയിട്ടില്ല, നിങ്ങൾ ബേജാറാണ്ട്. അത് മറ്റൊരു സന്ദർഭത്തിൽ നമുക്ക് പറയാം. ഉസൂലിൽപ്പെട്ട ഒരു ഹദീസും നഷ്ടപ്പെട്ടിട്ടില്ല. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ എന്ന ആയത്തിൽ അദ്ദിക്ർ അതിൻ്റെ മത്നും ഷറഹും രണ്ടും അല്ലാഹു സംരക്ഷിക്കും. മത്നെന്ന് പറയുന്നത് ഖുർആനാണ്, അതിൻ്റെ ഷറഹാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ സുന്നത്ത്. ഈ മത്നും ഷറഹും ഉൾക്കൊള്ളുന്ന അദ്ദിക്ർ ഖിയാമത്ത് നാൾ വരെ അല്ലാഹു തആല സംരക്ഷിക്കും. പക്ഷേ എങ്കിൽ എവിടെ ഇമാം ബുഖാരിയുടെ 15 ലക്ഷം ഹദീസ് എന്ന് ചോദിക്കേണ്ട. അത് ഈ ഫത്താവകളും സഹാബത്തിൻ്റെ അഹ്കാമുകളും അവരുടെ തഫ്സീറുകളും അതുപോലെ തന്നെ അതിൻ്റെ തുർക്കുകളും മുഖ്തലിഫായ തുർക്കുകളും കൂട്ടുമ്പോഴാണ് ഈ ലക്ഷങ്ങൾ എണ്ണിപ്പോകുന്നത്. അതൊന്നും അസ്ല് നഷ്ടപ്പെടാതെ ഇന്നും മഹ്ഫൂദാണ്. പക്ഷേ അത്രയും തരീഖുകളോ അത്രയും മുതഅദ്ദദായ അദദിലുള്ള ഹദീസുകളോ ഇന്ന് കണ്ടില്ലെന്ന് വരും. ഒരു ഹദീസും നഷ്ടപ്പെട്ടിട്ടില്ല. അത് നമ്മളെ ഈ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല. അപ്പം സമയം വളരെ പരിമിതമായിട്ട് ഒരുപാട് സമയം ഞാൻ നീണ്ടുപോയി. വളരെ ചുരുക്കി ഇമാം ബുഖാരി തങ്ങൾ മാത്രമല്ല, അതുപോലുള്ള എല്ലാ മഹാന്മാരും ഈ ദീനിനു വേണ്ടി ചെയ്ത അവരുടെ സേവനം നന്ദിയോടുകൂടി അനുസ്മരിക്കുക. എപ്പോഴും നമ്മൾ പറയേണ്ടതാണ് ശക്കറല്ലാഹു സഅയഹും. ഈ ദീൻ അവർ നിലനിർത്തിയതാണ്, അവരുടെ ജീവിതമാണിത്, അവരുടെ അഭിലാഷമായിരുന്നു അത്, അതായിരുന്നു അവരുടെ ജീവൻ. ഈ ദീൻ സംരക്ഷിക്കുക, അത് അവർ ചെയ്തില്ലെങ്കിൽ അതിന് അള്ളാഹു തആല പ്രത്യേകം ഒരു വിഭാഗത്തെ മുഹദ്ദിസീങ്ങളായി അള്ളാഹു തിരഞ്ഞെടുത്തിരുന്നില്ല എങ്കിൽ ഈ ലോകത്തിന് ഇസ്ലാമില്ല. അതിൻ്റെ മുമ്പന്തിയിൽ നിന്ന് അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് എന്ന് ലോകത്ത് തർക്കമില്ലാതെ അംഗീകരിക്കപ്പെട്ട ആളാണ്. ഹദീസിൻ്റെ വിഷയത്തിലുള്ള അമീറുൽ മുഅ്മിനീനായ ഇമാം ബുഖാരി അതിൻ്റെ മുമ്പന്തിയിലുണ്ട്. മുൻഗാമികളും അതിൻ്റെ ശേഷമുള്ളവരുമായ ലക്ഷക്കണക്കായ മഹത്തുക്കൾ ചെയ്ത സേവനം അള്ളാഹു തആല കബൂലാക്കുമാറാകട്ടെ. അവരുടെ മദദ് ബറക്കത്ത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഇൽമിൻ്റെ വെളിച്ചം നമുക്കും തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അവർ ജീവിച്ച വഴിയിൽ ജീവിക്കാനും അവർ പോയിടത്ത് പോകാനും
അവരോടൊപ്പം റബ്ബിൻ്റെ ഹദ്റത്തിൽ ഒരുമിച്ച് കൂടാനും തൗഫീഖ് എന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഷാഫി മദ്ഹബിൽ എണ്ണാൻ പറ്റുന്നവരാണെന്ന് പറഞ്ഞു. മദ്ഹബ് അംഗീകരിച്ചവരല്ല എന്നാണ് പറയുന്നത്. മദ്ഹബിന് നമ്മളെപ്പോലെ മുഖല്ലിദല്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അതേ സമയത്ത് മദ്ഹബിൻ്റെ ഉസൂലുൽ ഫിഖ് ഉണ്ടല്ലോ, മദ്ഹബിന് വേർതിരിക്കുന്ന യഥാർത്ഥത്തിൽ ഉസൂലുൽ ഫിഖ് അല്ലേ. ഷാഫി മദ്ഹബും ഹനഫി മദ്ഹബും വേർതിരിയുന്നത് ഉസൂലുൽ ഫിഖിലൂടെയാണ്. അതുപോലെ തന്നെ ഈ 4 മദ്ഹബും വേർതിരിയുന്നത് ഉസൂലുൽ ഫിഖിലൂടെയാണ്. ഒരു ഉസൂലുൽ ഫിഖിൽ ഉറച്ചു നിന്നുകൊണ്ട് ആ ഉസൂലും ഖവായിദും മുറുകെ പിടിച്ചുകൊണ്ട് ഇജ്തിഹാദ് ചെയ്യുന്ന അസ്ഹാബുൽ വുജൂഹ് ഉണ്ട്. ആ അസ്ഹാബുൽ വുജൂഹിന് തന്നെ 4 മർത്തബ നമ്മൾ ഉസൂലുൽ ഫിഖ് പറഞ്ഞതാണ്. അതിൽപ്പെട്ട 1-ാം മർത്തബയിലുള്ള അസ്ഹാബുൽ വുജൂഹിൽ തന്നെ മുത്തലഖായി എല്ലാ ബാബിലും ഇജ്തിഹാദ് ചെയ്യാൻ യോഗ്യത വന്ന അൽ മുന്തസിബ്, ഷാഫിയത്തിലേക്ക് മുന്തസിബായ മുജ്തഹിദാണ്. നമ്മളെപ്പോലത്തെ മുഖല്ലിദല്ല. അതുകൊണ്ട് തന്നെ ഉസൂൽ ഷാഫിയത്ത് അനുസരിച്ചാണ് മഹാനവറുകളുടെ ഇജ്തിഹാദ് എന്നതുകൊണ്ട് ഷാഫിയത്തിൻ്റെ അസ്ഹാബിൽ എണ്ണപ്പെടും. അതുകൊണ്ടാണ് തബഖാത്തു ഷാഫിയത്തിൽ ഇമാം സുബ്കി മഹാനായ ഇമാം ബുഖാരി തങ്ങളെ എണ്ണിയത്. ഉസൂൽ ഇമാം ഷാഫി തങ്ങളുടെ ഉസൂലാണ്. അപ്പോൾ മറ്റൊരു ഉസൂലല്ല, അഥവാ ഷാഫി മദ്ഹബിൻ്റെ പുറത്തല്ല. എന്നാൽ മദ്ഹബിനെ തഖ്ലീദ് ചെയ്യുകയല്ല എന്നത് മദ്ഹബിൻ്റെ ഉസൂലും ഖായിദയും സ്വീകരിച്ചുകൊണ്ട് അദില്ലത്തുകളിൽ നിന്നിട്ട് ഇജ്തിഹാദ് ചെയ്യാനുള്ള കഴിവെത്തിയ ആളായിരുന്നു. അതുകൊണ്ട് വേറൊരു മദ്ഹബാരനാവില്ല. വേറൊരു ഉസൂൽ എടുത്തുകൊണ്ടാവുമ്പോഴേ വേറൊരു മദ്ഹബാരനാണ്. അല്ലെങ്കിൽ സ്വന്തം ഒരു ഉസൂല് ഖുർആന് സുന്നത്തിൽ നിന്നിട്ട് ഉസൂല് ഖവായിദ് സ്വന്തമായി ജമ്മ് ചെയ്തുകൊണ്ട് ഇജ്തിഹാദ് ചെയ്യുമ്പോഴാണ് ഒരു മുൻഫരിദായ ഒരു മദ്ഹബായി മാറുന്നത്. അതില്ല. അത് ഈ 4 ഇമാമിങ്ങൾക്ക് അല്ലാതെ പിൽക്കാലത്ത് അങ്ങനെ ഒരു ഉസൂലില്ല. മുത്തഖദ്ദിമീങ്ങളായ പല മുജ്തഹിദുകൾക്കും സ്വന്തം ഉസൂലുണ്ടായിരുന്നു, അവർക്ക് സ്വന്തം മദ്ഹബും ഉണ്ടായിരുന്നു. പിന്നീട് അത് തലമുറയായി കൈമാറാതെ ഇടയ്ക്ക് വെച്ചിട്ട് മുങ്കത്തി ആയതുകൊണ്ട് നിന്നു പോയതാണ്. ഈ 4 ഉസൂലും ഫുറൂഉം ഖവായിദും ഇന്നും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഷാഫി ഉസൂൽ അനുസരിച്ച് അത് അസ്ഹാബു ഷാഫിയത്തിൽപ്പെട്ട ഒരാളാണ് എന്ന് പറഞ്ഞോളി. അസ്ഹാബു ഷാഫിയത്തിൽപ്പെട്ട 1-ാം ദർജക്കാർ എന്നാൽ ഈ ഉസൂലും ഖായിദയും സ്വീകരിച്ചുകൊണ്ട് എല്ലാ ബാബിലും ഇജ്തിഹാദ് ചെയ്യാനുള്ള ദർജ എത്തിയവരാണ്. പക്ഷേ ഈ ഉസൂലിനനുസരിച്ചേ ചെയ്യുള്ളൂ. അപ്പോൾ ഇന്തിസാബ് എപ്പോഴും ഷാഫിയത്തിലേക്ക് ഇക്കാരം, അല്ലാതെ നമ്മളെപ്പോലെ മുഖല്ലിദല്ല എന്നർത്ഥം. അത് വലിയ ഇമാമിങ്ങളൊക്കെ ഈ മദ്ഹബ് പറയുന്നവരൊക്കെ ഓർക്ക് സ്വന്തം ഇജ്തിഹാദ് ഉണ്ടാവും. അസ്ഹാബുൽ വുജൂഹിൻ്റെ ദർജക്കാരായിരിക്കും പലരും. പക്ഷേ അവർ ഈ മദ്ഹബിലേക്ക് ഇന്തിസാബ് ചെയ്തുകൊണ്ട് ഈ ഉസൂലും ഖായിദയും വെച്ചുകൊണ്ടാണ് ഇജ്തിഹാദ് ചെയ്യുന്നതുകൊണ്ട് മദ്ഹബിൻ്റെ പുറത്തല്ല. ഇനി മദ്ഹബിൻ്റെ ആളുകൾ തന്നെ ഉസൂലെന്നോ ഖായിദയെന്നോ പുറത്തു പോയാൽ ഇഖ്തിയാറായി മാറുകയും ചെയ്തല്ലോ, പിന്നെ മദ്ഹബല്ലല്ലോ. അത് നമ്മൾ പിന്നെ നേരെ ജവാമിൽ പഠിച്ചതാണ്. അത് പിന്നെ മദ്ഹബല്ല, വയസ്സാണ്. അതിന് മദ്ഹബിന് ഉത്തരവാദിത്വമൊന്നുമില്ല. ആരാ വയസ്സ് ചെയ്ത് അയാളങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം. വയസ്സല്ല, ആരാണ് ഇഖ്തിയാർ ചെയ്തതെന്ന് വെച്ചാൽ അത് മദ്ഹബിൻ്റെ ഉസൂലും ഖായിദയും അല്ല, പുറത്തുള്ള ഉസൂലും ഖായിദയും അനുസരിച്ചായിരിക്കുമ്പോഴാണ് എന്താണത്, അത് മുഖ്താറായ പോകുന്നത്. അത് മദ്ഹബുമായിട്ടൊരു ബന്ധമില്ല. ആ ആള് ഇവരൊക്കെ അങ്ങനെയല്ല, ഈ ഉസൂൽ ഖായിദയിൽ നിന്നുകൊണ്ട് ഇജ്തിഹാദ് ചെയ്യുന്നവരാണ്. അസ്ഹാബു ഷാഫിയത്തിനെ പോലെ അവരൊക്കെ മുജ്തഹിദീങ്ങളാണ് ആദ്യത്തോരൊക്കെ. പിന്നീട് വന്ന ചില വിഷയങ്ങളിൽ മുജ്തഹിദീങ്ങളായിരുന്നു, ബാക്കിയുള്ളതിലൊക്കെ തഖ്ലീദ്. അവിടുന്ന് പോകുമ്പോൾ എല്ലാത്തിനും തഖ്ലീദാ, പക്ഷേ ഇഖ്തിയാറിനുള്ള ഇജ്തിഹാദ് ഇങ്ങനെയല്ല അതിൻ്റെ തർജ്ജമ. ആ കൂട്ടത്തിൽ ഷാഫി മദ്ഹബുകാരനാണെന്ന് പറയാം. ഏതർത്ഥത്തിൽ? അസ്ഹാബു ഷാഫിയത്തിലെ മുജ്തഹിദാണ്. ബുഖാരി ഇമാമിനെ അങ്ങനെ ഷാഫി മദ്ഹബിലെ അസ്ഹാബായിട്ട് പറയുന്നുണ്ടെങ്കിലും ഈ ഷാഫി ഫിക്കിലുള്ള കിതാബുകളിലൊന്നും ഇങ്ങനെ ബുഖാരി ഇമാമിൻ്റെ അഖ്വാല് അതൊന്നും ഉദ്ധരിക്കുന്നത് കാണാറില്ല. കാണില്ല. അതൊരു കാര്യം തന്നെ, കാര്യമായ ചോദ്യമാണ്. അസ്ഹാബുൽ ഷാഫിയത്തിൽപ്പെട്ട മുത്തഖദ്ദിമീങ്ങളായ മുജ്തഹിദിൻ്റെ ദർജത്തെ ആളാണല്ലോ. എന്നിട്ടും നമ്മളെ കിതാബുകളിലൊന്നും അസ്ഹാബുൽ വുജൂഹിൻ്റെ കൂട്ടത്തിൽ ഇമാം ബുഖാരി തങ്ങളുടെ കൗലിനെ നക്കൽ ചെയ്ത് അത് ഒരു വിഷയത്തിൽ ഒരാളുടെ ഷെയ്നാവുമ്പോഴേ അതിൽ ഈ കായത്ത് വരുള്ളൂ. ഹദീസ് അറിയാത്തവരല്ലല്ലോ ഇപ്പോൾ ഈ ഇമാമിങ്ങളൊക്കെ ഫുഖാഹ്. പക്ഷേ അവർ മുഹദ്ദിസീങ്ങളെ കൂട്ടത്തിലല്ലല്ലോ ഉണ്ടെന്ന്, ഫിഖീൻ്റെ കൂട്ടത്തിലല്ലേ. എന്നതുപോലെ ഇമാം ബുഖാരി ഉൾപ്പെടെയുള്ള സിഹാഹുസിത്തൻ്റെ അയിമത്തൊക്കെ ഏതെങ്കിലും ഒരു മദ്ഹബിലേക്ക് മുന്തസിബീങ്ങളായ മുജ്തഹിദുകളാണ് അവരൊക്കെ. പക്ഷേ അവരെ ആരെയും ഒരു മദ്ഹബിലെയും അസ്ഹാബുൽ വുജൂഹിൽ എണ്ണുന്നില്ല.
അതിൻ്റെ കാരണം അവരുടെ ഷെയ്ന് അതല്ല, അവരുടെ ഷെയ്ന് ഹദീസാണ്. അതുകൊണ്ട് മുഹദ്ദിസീങ്ങളുടെ തബക്കാത്തിലാണ് അവരെണ്ണപ്പെടുന്നത്. അത് ഒരു വിഷയത്തിൽ ആര് തഖസ്സുസ് ചെയ്തോ ആ മുതഖസ്സസ് ഫീഹായ വിഷയത്തിലേക്കാണ് അവരെ ഇന്തിസാബ് ചെയ്യുക. അപ്പോഴേ ആ പേരിൽ അവരെ ഇക്കാത്ത് ചെയ്യപ്പെടുകയുള്ളൂ. ആള് ഫഖീഹല്ലാത്തത് കൊണ്ടോ ഷാഫി മദ്ഹബിലേക്ക് മുന്തസിബല്ലാത്തത് കൊണ്ടോ സ്വന്തം വജ്ഹില്ലാത്തത് കൊണ്ടോ അല്ല, ഷെയ്ന് ഹദീസായതുകൊണ്ട് ഹദീസിൻ്റെ ഷെയ്നിൽ ഒന്നാമതായി എണ്ണപ്പെടുന്നവരിൽ മഹാനവറുകളെ എണ്ണുന്നു. അതാണ് ഷെയ്ന് എന്നത്. അതാണ് ഒരു വിഷയം ഒരാളുടെ ഷെയ്നാവുന്നതും ഒരു വിഷയത്തെക്കുറിച്ച് അറിയുന്നതും രണ്ടും രണ്ടാണ്. ഇമാം ഷാഫി തങ്ങൾ വലിയ മുഹദ്ദിസല്ലേ, വലിയ മുഹദ്ദിസാണ്. പക്ഷെ മുഹദ്ദിസീങ്ങളുടെ തബക്കാത്തിലല്ലല്ലോ ഉണ്ടത്, ഫുഖാഹിൻ്റെ തബക്കത്തിലല്ലേ അല്ലേ? എന്തുകൊണ്ടാ? ഇമാം ഷാഫി തങ്ങൾ തഖസ്സുസ് ചെയ്ത ഷെയ്ന് ഫിഖ്ഹിലാണ്. ഹദീസ് എത്ര അറിയുന്നറിയോ? ഇമാം അഹമ്മദ് വലിയ മുഹദ്ദിസാണ്, ലോകം കണ്ട ഏറ്റവും വലിയ മുഹദ്ദിസീങ്ങളിൽ തലയെടുപ്പുള്ള ഇമാമ. മഹാനവറുകളോട് ഒരിക്കൽ ചോദിച്ചു, നിങ്ങൾ ഒരു മസ്അല വന്നാൽ എങ്ങനെ ഫത്വ പറയാൻ വെച്ചു? സാധാരണ നമുക്കൊക്കെ അറിയുന്നതന്നെ മൂപ്പരും പറഞ്ഞ്, ഞാൻ ഖുർആൻ എന്ന് പറയുന്നത്. ഖുർആനിൽ നിങ്ങൾ കണ്ടില്ലെങ്കിലോ, ഖുർആനിൽ ഇല്ലെങ്കിലോ എന്ന് ചോദിക്കാൻ പാടില്ല, തെറ്റാണ്. ഖുർആനിൽ നിങ്ങൾ കണ്ടില്ലെങ്കിലോ, എല്ലാം ഖുർആനിലുണ്ട്. അപ്പോൾ ഞാൻ ഹദീസ് നോക്കും പറയാൻ, അതിലും കണ്ടില്ലെങ്കിലോ, സഹാബത്തിന് ഇജ്മാ ഉണ്ടെങ്കിൽ അത് നോക്കും, അതിലും കണ്ടില്ലെങ്കിലോ അഖൂലു ഫീഹി ബിഖൗലി മുഹമ്മദ് ബിൻ ഇദ്രീസ്. അതുകൊണ്ട് അല്ല പറച്ചിലല്ല വിഷയം, ഔസ്താദല്ലേ നടക്കാൻ. ബുഖാരി ഇമാമിനെ പറ്റി പറഞ്ഞതുപോലെ തന്നെ 30 ലക്ഷത്തോളം ഹദീസ് ഹിഫ്സുണ്ട് അഹ്മദ് ഇമാമിന്. 30 ലക്ഷത്തോളം ഹദീസ്, 10 ലക്ഷം ഒന്നുമല്ല. 10 ലക്ഷം എന്ന് പറഞ്ഞത് ഒരാളടുക്കൽ 1 ലക്ഷം ഹദീസ് ഉണ്ടെങ്കിൽ അവന് മുജ്തഹിദാകാൻ പറ്റുമോ ചോദിച്ചപ്പം 6 ലക്ഷം പറഞ്ഞപ്പോഴാണ് അർജു എന്ന് പറഞ്ഞത്. 6 ലക്ഷം ഹദീസ് പറഞ്ഞപ്പം അർജു പറഞ്ഞു. അപ്പോൾ 10 ലക്ഷം ഉണ്ടെങ്കിലോ അവന് ഫത്വ കൊടുക്കാമെന്ന്. ഫത്വ കൊടുക്കാമെന്നുള്ള അനുവാദമാണെങ്കിൽ 10 ലക്ഷം ഹദീസെങ്കിലും ഹിഫ്ള് വേണമെന്ന് പറഞ്ഞ ഇമാം അഹമ്മദിന് 30 ലക്ഷം ഹദീസ് ഹിഫ്ള് ഉണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞെന്താ അറിയോ? ഈ ഹദീസിലും കണ്ടില്ല, ഖുർആനിലും ഞാൻ കണ്ടില്ല, സഹാബത്തിന് ഇജ്മാവും കണ്ടില്ലെങ്കിൽ പിന്നീട് ഞാൻ പറയാ ഫഖൂലു ഫീഹി ബിഖൗലി മുഹമ്മദ് ബിൻ ഇദ്രീസ്. ഇമാം ഷാഫി പറഞ്ഞു, ഞാൻ തഖ്ലീദ് ചെയ്യല്ല, കാരണം ലിഅന്ന ഇൻദഹു ഇൽമു മാ ലാ നഅലം. നമുക്കറിയാത്ത ഹദീസ് ഒരു ഇൽമ് നേരെ ഖുർആനും സുന്നത്തിനേ പറയുള്ളൂ. അപ്പോൾ നമുക്കറിയാത്ത ഹദീസിനെ സംബന്ധിച്ചുള്ള ഇൽമ് ഇമാം ഷാഫിക്കുണ്ട്. അത് ഞാൻ കാണാത്ത എൻ്റെ കുറവാണ്. ഇമാം ഷാഫി തങ്ങൾ എന്തായാലും ഖുർആനിലല്ലെങ്കിൽ പിന്നെ ഹദീസിന്നേ പറയൂ എന്ന് എനിക്ക് അനുഭവത്തിൽ നിന്നറിയാം. അതുകൊണ്ട് ഹദീസ് എനിക്ക് കണ്ടിട്ടില്ലെങ്കിലും ഞാൻ ഇമാം ഷാഫി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയൂ. എന്നിട്ട് അത്ര ഇമാം അഹമ്മദിന് ഞാൻ കാണാത്ത ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് പറഞ്ഞതെന്നതുകൊണ്ട്, എനിക്കറിയാത്ത ഹദീസ് അറിയുമെന്നത് കൊണ്ടിട്ട് ഞാനത് ഫത്വ ചെയ്യുമെന്ന് പറയുമെങ്കിൽ 30 ലക്ഷം ഹദീസ് ഹിഫ്ളുള്ള അഹമ്മദ് ബിൻ ഹംബലിന് അറിയാത്ത ഹദീസ് ഇമാം ഷാഫിക്ക് അറിയുന്നതുകൊണ്ട് തന്നെയാണത്, അറിയുന്നതുകൊണ്ട് തന്നെയാണ്. ജിലത്തു ഷാഫി വെച്ച് നോക്കിയിട്ടില്ലേ, അത് സംഭവം തന്നെയാണ്. അപ്പോൾ എന്നാൽ ഷാഫി ഇമാമിനെ എണ്ണുന്നത് എവിടെയാണ്? തബക്കാത്തുൽ ഫുഖഹായിലാണ് എണ്ണുന്നത്, തബക്കാത്തുൽ മുഹദ്ദിസിൽ എണ്ണുന്നില്ല. എന്താ? മൂപ്പർ തഖസ്സുസ് ചെയ്ത ഷെയ്ൻ അതാണ്. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കായികയാണ്. ഒരാളെ ഒന്നിലേക്ക് നിസ്ബ ചെയ്ത് പറയുമ്പോൾ അയാൾ ബാക്കിയൊന്നും അറിയാത്ത ആളാണ്, ബാക്കിയുള്ളതിലൊന്നും ഇല്ല എന്നല്ല മനസ്സിലാക്കേണ്ടത്. ആ ഷെയ്നിൽ, ആ ഫന്നിൽ അയാൾ മുതഖസ്സിസാണ്, അതുകൊണ്ട് അതിലേക്ക് നിസ്ബ ചെയ്യുന്നു. ബാക്കിയൊക്കെ ഉണ്ട്, പക്ഷേ അത് മുതഖസ്സിസല്ലാത്തത് കൊണ്ടിട്ട് അതിലേക്ക് ഇസ്നാദ് ചെയ്ത് പറയാറില്ല. അത്ര തന്നെ ഇപ്പോൾ ഇമാം ഷാഫി തങ്ങൾ, ഇമാം ബുഖാരിയും മറ്റ് സിഹാസിത്തൻ്റെ അയിമത്തിനെ പറ്റിയൊക്കെ അത്രയും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവരെ ഷെയ്ന് ഹദീസായിരുന്നു, അതുകൊണ്ട് അവരുടെ ഷെയ്നാവുന്ന ഹദീസിൻ്റെ തബക്കാത്തിലാണ് കണ്ടത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയത്തോടെ കൂടുതൽ പഠിക്കണം. ഇത് പഠിക്കലല്ല, അതിൻ്റെ ഒരു തുടക്കമാണ്. നന്നായി പഠിക്കുക, നമ്മുടെ മുൻഗാമികൾ ചെയ്ത സേവനങ്ങളുടെ വലിപ്പം മനസ്സിലാകുക. എന്നിട്ട് നമുക്ക് ചെറിയ ഇൽമു കിട്ടുമ്പോൾ എപ്പോഴും നന്ദിയോടുകൂടി അവരെ അനുസ്മരിച്ചുകൊണ്ട് ശഖറല്ലാഹു സഅയഹും എന്ന ദുആ എപ്പോഴും നമ്മൾ അവർക്ക് കൊടുക്കണം. അപ്പോൾ അവരുടെ മദദ്, നളറത്ത് നമുക്ക് കിട്ടും. അതിലൂടെയാണ് നമ്മൾ ലക്ഷ്യത്തിൽ എത്തുക. അല്ലാഹു തആല അവരുടെയൊക്കെ മദദും നളറത്തും കിട്ടി നാഫിയ ഇൽമിൻ്റെ അഹ്ലുകാരിലും മുതഅല്ലിമീങ്ങളിലും ആലിമീങ്ങളിലും അല്ലാഹു നമ്മളെ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സേവനങ്ങളൊക്കെ അല്ലാഹുവിൻ്റെ ദീനിൻ്റെ ഖിദ്മത്തായി അല്ലാഹു ഖബൂലാക്കുമാറാകട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.